എന്നെ വായിക്കുന്നയാൾക്ക്, ആ വ്യക്തിക്കും കൂടുതൽ മെച്ചപ്പെട്ടൊരു മനുഷ്യനാകാൻ പറ്റണം. എനിക്ക് യേശുവിനെ ഒരു ദേവീക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിലും കാണാൻ സാധിക്കും. കുട്ടിയായിരുന്ന ബാബു എബ്രഹാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പായിരുന്നു. വിശപ്പ് കത്തി നിൽക്കുമ്പോൾ, അവഹേളനങ്ങൾ, അപമാനങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ പ്രണയത്തിന് ഒത്തിരി വരമ്പുകൾ ഇട്ടിട്ടുണ്ട്. ഈ പ്രണയം എന്ന് പറയുന്നത് ലവ് ഈസ് എ ലക്ഷറി. എല്ലാവരും എന്നെ തന്തയില്ലാത്തവനൊന്നും വിളിച്ച് അപകടിച്ചിട്ടില്ല. നമ്മളോട് ചേർന്ന് നിന്നവരുണ്ട്. എല്ലാ വൈദികരും മോശമായിരുന്നില്ല, ചേർന്ന് നിന്നവരുണ്ട്. കൂടുതൽ നല്ല മനുഷ്യരെ നമ്മൾ കാണുന്നത്. നമസ്കാരം. മാതൃഭൂമി പോഡ്കാസ്റ്റ് സീരീസിലെ ആദ്യത്തെ ലക്കത്തിൽ ശ്രീ ബാബു എബ്രഹാമാണ്. ബാബു എബ്രഹാമിനെ പലർക്കും പരിചയമുണ്ടാവും. കമ്പളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം ഈ വർഷത്തെ മലയാളത്തിലെ ബെസ്റ്റ് സെല്ലറാണ്. അദ്ദേഹത്തിൻ്റെ ജീവിത അനുഭവ കുറിപ്പുകളാണ്. അദ്ദേഹം ജീവിച്ച് തീർത്ത ജീവിതം മലയാളികൾ പലരും, പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള ആളുകൾ വിസ്മയത്തോടു കൂടി, അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. സ്വാഗതം. നമസ്കാരം. മലയാളത്തിൽ ഒരുപാട് ബെസ്റ്റ് സെല്ലറുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചങ്ങമ്പുഴയുടെ രമണനാവട്ടെ, ഖസാക്കിൻ്റെ ഇതിഹാസം വന്നപ്പോൾ, ഒരു സങ്കീർത്തനം പോലെ ഇതുപോലെ ഒരുപാട് വായിക്കപ്പെട്ടു. ഈ സമീപകാലത്ത് അഖിൽ പി ധർമ്മജൻ്റെ ഒക്കെ പുസ്തകങ്ങളും ഒരുപാട് കോപ്പികൾ പോയി. ഇപ്പോൾ 21 ആഴ്ച കൊണ്ട് 24 പതിപ്പുകളായി കമ്പളികണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകത്തിന്. പുസ്തകം എഴുതണമെന്നുള്ള ആഗ്രഹം പണ്ട് മുതലേ മനസ്സിലുണ്ടായിരുന്നു എന്ന് ഈ അനുഭവക്കുറിപ്പുകൾ വായിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഈ പുസ്തകം ഇത്രയും സ്വീകരിക്കപ്പെടും എന്ന് വിചാരിച്ചിരുന്നു? ഇല്ല, സ്വീകരിക്കപ്പെടുമെന്ന്, സ്വീകാര്യത ഉണ്ടാകും എന്നറിയാം. പക്ഷേ ചെറുപ്പക്കാരായ കുട്ടികളിലേക്ക്, പുതിയ തലമുറയിലെ കുട്ടികളിലേക്ക് അത് ഇത്രമാത്രം കടന്നു ചെല്ലുമെന്നും അവരത് സ്വീകരിക്കുമെന്നും എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം ഞാൻ ഈ പറയുന്ന 80കളും 90കളും ഒന്നും അവർക്ക് പരിചിതമല്ലല്ലോ. അപ്പോൾ അവരോടത് സംസാരിക്കുന്ന ഒരു ജീവിത പരിസരമാകും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഇറ്റ്സ് എ പോസിറ്റീവ് സർപ്രൈസ്. ഇതിപ്പോൾ ബാബുവിൻ്റെ ജീവിത കഥ എന്നതിലുപരി ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് നന്ദികുന്നേൽ മേരിയുടെ ജീവചരിത്രമായിട്ടാണ്. 4 മക്കളെ സ്വന്തം ജീവിതം കൊടുത്ത് ഈ നിലയിലാക്കിയ ഒരു സ്ത്രീ. പലപ്പോഴും നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട് മേരി. ശരിക്കും അമ്മയുടെ ജീവചരിത്രം അമ്മയ്ക്കൊരു ട്രിബ്യൂട്ട് എന്ന നിലയിൽ വായിക്കപ്പെടുന്നുണ്ടോ? ഇപ്പോൾ അങ്ങനെ തോന്നുന്നുണ്ടോ? യഥാർത്ഥത്തിൽ എഴുതിയത് അമ്മയുടെ കഥയായിട്ടല്ല. എഴുതിയത് 25-26 വർഷമായിട്ട് യൂറോപ്പിൽ ജീവിക്കുന്ന ഞാൻ ഇനി ഭൂതകാലത്തിൻ്റെ ഒരു കഥ പറയുമ്പോൾ അതെൻ്റെ കഥയായിട്ട് എന്നെ നായകനാക്കി ഒരു കഥ അങ്ങ് എഴുതി. ജീവിതത്തെ അനുഭവങ്ങളിൽ ആത്മകഥയല്ലേ, അപ്പോൾ അതിൽ കഥ പറയുന്ന ആൾ തന്നെയാണ് നായകൻ. പക്ഷേ എൻ്റെ ജീവിതത്തിലും അത് എഴുതിയപ്പോൾ അത് പച്ചയായിട്ട് ജീവിതത്തെ ആവിഷ്കരിച്ചതുകൊണ്ടാവണം എൻ്റെ ജീവിതത്തിന് ഒരു നായകൻ അല്ലെങ്കിൽ ഒരു നായികയുള്ളൂ, അത് മേരിയാണ്. ഓട്ടോമാറ്റിക്കലി സത്യസന്ധമായി ജീവിതത്തെ അക്ഷരവൽക്കരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് മേരി നായികയായിട്ടുള്ളതാണ്. അതങ്ങനെ തന്നെയാണ്. അതിനിയും എത്ര വട്ടം ഇത് എഴുതിയാലും മേരി തന്നെയായിരിക്കും നായിക. ഇപ്പോൾ സ്വന്തം കഥയാണ് എഴുതുന്നത്, ജീവിച്ചു തീർത്ത ജീവിതമാണ് എഴുതുന്നത്. അപ്പോൾ അത് നമുക്ക് എഴുതുമ്പോൾ ചിലപ്പോൾ വേദന, ചിലപ്പോൾ ആനന്ദം, പലതരം വികാരങ്ങളിലൂടെ കടന്നു പോവാം. എഴുതാൻ ബുദ്ധിമുട്ടിയ എന്തെങ്കിലും സന്ദർഭങ്ങളുണ്ടോ? ഇതിനകത്ത് 36 അധ്യായങ്ങളാണ് ഇതിനകത്ത്. ഇത് യഥാർത്ഥത്തിൽ ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത് 2023 നവംബർ 27 ഇതിനകത്ത് ഒരു 4-ാം അധ്യായമാണെന്ന് തോന്നുന്നു. അത് എഴുതി ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ഇതിനകത്ത് ഓരോ അധ്യായങ്ങളും ഓരോ അനുഭവങ്ങളും ഓർത്തെടുത്ത് എഴുതുമ്പോൾ ചെറിയ വേദനയുണ്ടെന്നല്ല, പലപ്പോഴും ഞാൻ കണ്ണ് നിറഞ്ഞൊഴുകിയാണ് ഇത് എഴുതിയിരിക്കുന്നത്. ചില അധ്യായങ്ങളിൽ ഇതിനകത്ത് ഞങ്ങൾ മരിക്കാൻ പോകുന്നൊരു സീനുണ്ട്. അപ്പോൾ അതൊക്കെ എഴുതുന്ന അധ്യായം എന്ന് പറയുന്നത് ഒറ്റയിരുപ്പിന് പോയിട്ട് എനിക്കൊരു 3-4 പ്രാവശ്യമായിട്ടോ 3 ദിവസമായിട്ടോ ആണ് എഴുതി തീർക്കാനായത്. കാരണം ഈ കനലുകൾ ചാരം മൂടിക്കിടക്കുന്ന പോലെയാണ് തീവ്രമായിട്ടുള്ള വേദനകളുടെ ഓർമ്മകൾ. അപ്പോൾ ഈ ചാരം ഒരു കാറ്റ് വന്നടിച്ചു കഴിഞ്ഞപ്പോഴേക്കും അങ്ങ് പറന്നു പോയി കഴിയുമ്പം ആളിക്കത്തുന്ന കനലുകൾ നമുക്ക് പൊള്ളലേൽപ്പിക്കും, വേദനയുണ്ടാക്കും, കണ്ണ് നിറയ്ക്കും. അത് ശരിക്കും ഓരോ അധ്യായങ്ങളും അങ്ങനെയാണ്. അത് നമുക്കൊരു 2-ാം ഭാഗം തീരുന്നത് വരെയുള്ള ആ പീരീഡിൽ മുഴുവനും എനിക്ക് ഒത്തിരി വേദനയോട് കൂടി എഴുതിയതാണ്. അത് അന്ന് എഴുതിയപ്പോൾ മാത്രമല്ല, നമ്മൾ പറയും എഴുതി കഴിയുമ്പോൾ അതൊരു തെറാപ്പിയാകും, അപ്പോൾ പിന്നീട് ഓക്കെ ആവുമെന്ന്. ഞാനതിനെക്കുറിച്ച് ഇപ്പോഴും സംസാരിക്കുമ്പോഴും എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകിയില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നന്നായി വേദനിക്കുന്നുണ്ട്. അത് ഓരോ ഭാഗങ്ങളും അങ്ങനെയാണ്. എന്തെങ്കിലും കാര്യം എഴുതേണ്ട, വേണ്ട, ഇത് ലോകം അറിയണ്ട, അല്ലെങ്കിൽ എൻ്റെ വേദന ഞാൻ അറിഞ്ഞാൽ മതി, അങ്ങനെ തോന്നിയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തെങ്കിലും പിടിച്ചു നിർത്തിയിട്ടുണ്ടോ എഴുത്തിനെ? എഴുത്ത് ഈ 35 മില്യൺ, അതായത് 3.5 കോടി ആളുകളുള്ള ഈ മലയാള ഭാഷ സംസാരിക്കുന്ന ഈ നാട്ടിൽ 10,000 പുസ്തകത്തോളം പെർ ഇയർ ഇറങ്ങുന്നുണ്ട്.
അതൊന്നും വായിക്കാനുള്ള സമയമോ സാഹചര്യം ഒന്നും മനുഷ്യർക്കില്ല ശരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു പുതിയ ഒരാൾ വന്ന് എഴുതി ഒരു പുതിയ പുസ്തകം കൂടി സൃഷ്ടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അങ്ങനെ ഒരു ബാബു എബ്രാഹത്തെ പ്രതീക്ഷിച്ചല്ല കേരളത്തിലെ ജനങ്ങളിരിക്കുന്നത്. അങ്ങനെ ഒത്തിരി ബാബു എബ്രാഹന്മാർ വരേണ്ടതുമില്ല, അങ്ങനെ കുറേ പുസ്തകങ്ങൾ വരേണ്ടതില്ല. പക്ഷേ എഴുതിയാൽ അതെന്നെ ഒരു ബെറ്റർ ഹ്യൂമൻ ബീയിങ് ആക്കണം, കൂടുതൽ മെച്ചപ്പെട്ടൊരു മനുഷ്യനാകാനായിരിക്കണം ഞാൻ എഴുതുന്നത്. എന്നെ വായിക്കുന്ന ആൾക്ക്, ആ വ്യക്തിക്കും കൂടുതൽ മെച്ചപ്പെട്ടൊരു മനുഷ്യനാകാൻ പറ്റണം. അപ്പം ഞാൻ മറച്ചു വെച്ച് എഴുതാനാണെങ്കിൽ അങ്ങനെയുള്ള ആത്മകഥകളുടെ ഒരു പ്രളയം തന്നെയുണ്ട് മലയാളത്തിൽ. അതെനിക്ക് താല്പര്യമില്ല. ഞാൻ തുറന്ന് എഴുതുള്ളൂ. അതാർക്ക് ബുദ്ധിമുട്ടുണ്ടായാലും അതെൻ്റെ പ്രശ്നമല്ല. പക്ഷേ പിടിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളുണ്ട്. അത് പറയാതിരുന്നിട്ടില്ല. നമ്മളെ മുറിവേൽപ്പിച്ചിട്ട് ഈ ഓർമ്മക്കുറിപ്പുകൾ അല്ലെ അനുഭവ കഥകളെന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ഒരു ഗ്രഡ്ജ് ഫീലിങ്ങിലായിരിക്കരുത്. എന്നെ അവർ ദ്രോഹിച്ചു, എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ അവർക്ക് ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നതുകൊണ്ട് അവിടെ താമസിച്ചവരൊക്കെ എൻ്റെ ആഹാരമില്ലായ്മയുടെ കാരണക്കാരല്ല. അത് വളരെ തെറ്റായൊരു ധാരണയാണ്. നമ്മളുടെ സാഹചര്യങ്ങളെ നമ്മൾ ഓർമ്മ കഥകൾ എപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തലുകൾ മാത്രമായിരിക്കണം. പക്ഷേ നമ്മളെ മുറിവേൽപ്പിച്ചവരെക്കുറിച്ച് എഴുതുമ്പോൾ അവരുടെ പേരുകൾ ഞാൻ മാറ്റിയാണ് ഇട്ടിരിക്കുന്നത്. കാരണം നെയിമിങ് ആൻഡ് ഷെയ്മിങ് എനിക്കിഷ്ടമില്ല. അതിനല്ല ഞാനിത് എഴുതിയിരിക്കുന്നത്. നമുക്ക് കുറച്ചുകൂടി മുമ്പോട്ടൊന്ന് പോകാൻ നമുക്ക് ചരിത്ര പുസ്തകങ്ങളുണ്ട്, ഇടുക്കിയുടെയോ വയനാടിൻ്റെയോ കണ്ണൂരിൻ്റെയോ ഒക്കെ. പക്ഷേ ഈ കുടിയേറ്റ മേഖലകളിലെ ദുരിതങ്ങളെക്കുറിച്ചുള്ള ചരിത്ര പുസ്തകങ്ങൾ വായിക്കുന്നതിനും ഒത്തിരി നല്ലതാണ്. ഈ ജീവിതം അങ്ങോട്ട് എഴുതിയിടുമ്പോൾ അതിലൂടെ നമുക്ക് ചരിത്രമുണ്ട്, സ്ത്രീകളുണ്ട്, സ്ത്രീകളുടെ ജീവിതമുണ്ട്, മതങ്ങളുണ്ട്, പൗരോഹിത്യങ്ങളുണ്ട്. ഇതെല്ലാം നോർമലായിട്ട് നമുക്ക് വായിക്കാൻ പറ്റും. ഇത് എഴുതി കഴിഞ്ഞിട്ട് ഇത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഈ കാര്യം പറയേണ്ടിയിരുന്നില്ല എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഇതിലെ കഥാപാത്രങ്ങളായിട്ടുള്ള ആളുകൾ അല്ല, കഥാപാത്രങ്ങളുണ്ട്. കൂടുതലും മതങ്ങളെ വിമർശിക്കുന്നതും പൗരോഹിത്യത്തെ വിമർശിക്കുന്നതുമൊക്കെ ആ സ്ഥലം പ്രിസൈസ് ചെയ്യാതിരുന്നുകൂടെ? അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് എന്നും കരുതിക്കൊള്ളും. അല്ലെങ്കിൽ നമ്മൾ കുടുംബത്തിലെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലേ? അപ്പോൾ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ദുരിതപൂർണമായൊരു ജീവിതത്തിൽ നിന്ന് കടന്നു പോയി കഴിഞ്ഞിട്ട് നമ്മൾക്കുണ്ടാകുന്നൊരു ഭൗതികമായ ഒരു അഫ്ലുവൻസ് ഉണ്ട്. അത് വന്നു കഴിയുമ്പോൾ ഈ ഭൂതകാലത്തിൻ്റെ വിരൂപമെന്ന് നമ്മൾ പറയുന്ന അവസ്ഥകളെ ഓർക്കാൻ നമുക്കിഷ്ടമില്ല. 3 പെങ്ങന്മാരും വായിച്ചിട്ടുണ്ടാവുമല്ലോ പുസ്തകം? ഉണ്ട്. ഇത് അവരുടെയും കൂടി കഥയാണ്. അതെ. അവരെന്ത് പറഞ്ഞു? എൻ്റെ സഹോദരിമാരും 3 പേരും വളരെ സന്തോഷവതികളായിരുന്നു. അവർ മാത്രമാണ്, എൻ്റെ ഭാര്യയും എൻ്റെ 3 സഹോദരിമാരും എഴുത്തിന് പൂർണ്ണ പിന്തുണയാണ്. ഒരിടയ്ക്ക് തുടക്കത്തിൽ ഞാൻ ഫേസ്ബുക്കിൽ എഴുതി തുടങ്ങി കഴിഞ്ഞ് പിന്നെ മാതൃഭൂമി ഓൺലൈനിൽ ഞാൻ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ആത്മകഥ എഴുതുന്നുണ്ടായിരുന്നു എല്ലാ ബുധനാഴ്ചയും. അന്നേരം അവർ പറയുമായിരുന്നു, ബന്ധുക്കളൊക്കെ ആയിട്ട് ഇപ്പോൾ നല്ല ബന്ധത്തിലല്ലേ, അപ്പോൾ അവർക്കൊക്കെ ബുദ്ധിമുട്ടായില്ലേ? കാര്യം ശരിയാണ്, ഇതൊക്കെ സംഭവിച്ചു, നമ്മളതെല്ലാം ക്ഷമിക്കണ്ടേ? അപ്പോൾ ഞാൻ അവരോട്, എൻ്റെ പെങ്ങന്മാരെന്നെ ഒരു വീഡിയോ കോളിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നിനക്ക് പറ്റുമെങ്കിൽ ഇതങ്ങ് ഉപേക്ഷിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, അതെനിക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഈ ബന്ധുക്കളുമായിട്ടെല്ലാം നല്ല ബന്ധത്തിലാകുന്നത് അത് ജീവിതത്തിൻ്റെ ഒരു പ്രോസസ്സാണ്. അവരോട് നമ്മളിത് എഴുതുമ്പോഴും നമുക്ക് അവരോട് ഗ്രഡ്ജില്ല. അപ്പോൾ ഞാനത് അവരോട് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ തുടരൂ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ അങ്ങനെ എഴുതിയില്ലായിരുന്നെങ്കിൽ നമ്മളുടെ അപ്പൻ്റെ കുടുംബക്കാരും അമ്മയുടെ കുടുംബക്കാരും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നും നല്ല ബന്ധത്തിൽ പോയിക്കൂടെ എന്നൊരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട്. അത് അവരുടെ ലെജിറ്റിമേറ്റ് റൈറ്റാണ്. അവർ പറയും, ഞങ്ങളെക്കുറിച്ച് നീ എഴുതിക്കോ, അവരെ ഒന്നും കുറിച്ച് എഴുതണ്ട. അങ്ങനെ എഴുതാൻ പറ്റില്ലല്ലോ. നമ്മൾ അരി ഇടിച്ച് പൊടിച്ചിട്ട് പുട്ടിനും പിടിക്കും അപ്പത്തിനുമൊക്കെ വിവിധ തരത്തിലുള്ള അരിപ്പ വെച്ചരിക്കുന്നത് പോലെ ചെയ്യാൻ പറ്റില്ല. പൊടിച്ചിടുക എന്നുള്ളൊരു ജോലി മാത്രമേ എനിക്കുള്ളൂ. അരിക്കേണ്ട ജോലി എന്ന് പറയുന്നത് വായിക്കുന്ന ആളുകളുടെയാണ്. ഇപ്പോൾ കുട്ടിയായിരുന്ന ബാബു എബ്രഹാമിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വിശപ്പായിരുന്നു. പെങ്ങന്മാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിൻ്റെ വയറ് വലിയ വയറാണ്. അത് പുസ്തകത്തിൽ എഴുതുന്നുണ്ട്. വിശപ്പ് എങ്ങനെ അടക്കും? ആ വിശപ്പിന് ഭക്ഷണം തന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ആ കഥകളൊക്കെ ഓർത്തെഴുതുമ്പോൾ അപ്പൻ്റെ കുടുംബക്കാരും അമ്മയുടെ കുടുംബക്കാരും, അപ്പൻ്റെ കുടുംബക്കാർ അവിടുത്തെ പ്രമാണിമാർ, ഒരു നാടിനെ സംബന്ധിച്ച് പ്രമാണിമാരായിരുന്നു. അവരൊക്കെ ഇപ്പോൾ അത് വായിക്കുമ്പോൾ അവരെന്തെങ്കിലും റിയാക്ട് ചെയ്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിന് ശേഷം ഇത് വായിച്ച ശേഷം പിന്നെ പ്രതികരിക്കുകയോ വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? പുസ്തകമായിട്ട് വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് അപ്പൻ്റെയും അമ്മയുടെയും കുടുംബക്കാർ ആ നാട്ടിലെ പ്രമാണികളായിരുന്നു, അവരുടേതായ റെസ്പെക്റ്റീവായിട്ടുള്ളത്, ഭൂസ്വത്തുള്ളവരും ഒക്കെ ആയിരുന്നു എന്ന് കരുതി അത് ഇന്നലത്തെ കാലവുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പം അത് വലിയ സംഭവമൊന്നുമല്ല. പക്ഷേ അവർക്കിപ്പോൾ ഈ ഓൺലൈനിലൊക്കെ എഴുതിയത് വായിക്കുമ്പോൾ ഇറിറ്റേഷനുണ്ട്, അതന്ന് സംഭവിച്ചു, ക്ഷമിക്കുന്നില്ല,
ഇല്ലെങ്കിൽ ബാബു ഞങ്ങളെല്ലാം അപമാനിക്കുകയാണ് എന്നൊക്കെ ആരോപിക്കുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ആരോപണമല്ലെന്നേ. കാരണം ഞാനത് എൻ്റെ ഫസ്റ്റ് കസിൻസാണ് എന്നോട് പ്രത്യേകിച്ച് ദേഷ്യപ്പെടുന്നത്. അവർ പലരും യൂറോപ്പിലാണ്. അതിന് ഞാൻ തന്നെ ഒരു കാരണവുമായിട്ടുണ്ടാവാം. അതായത് നമ്മുടെ കുടുംബ മഹിമയ്ക്കൊരു പോരായ്മ ആണ്. കാരണം ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മളുടെ സമുദായം എന്ന് പറയുന്നത് ക്രൈസ്തവർക്കിടയിലെ ബ്രാഹ്മണരാണ്. അപ്പോൾ പ്ലസ് നമ്മൾ ഉന്നത കുലജാതരാണ്. നമ്മളുടെ കുടുംബം വലുതാണ്. അപ്പോൾ നമ്മളിപ്പം നിൽക്കുന്ന ഒരു സ്റ്റാറ്റസൊക്കെ വെച്ച് നോക്കുമ്പം ഈ പഴയ കാലത്തെ അന്നത്തെ പോരായ്മകൾ പറഞ്ഞ് നമ്മൾക്ക് മലന്ന് കിടന്ന് തുപ്പേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ഇത് മലന്ന് കിടന്ന് തുപ്പുന്നതല്ലെന്നേ. ഈ കസിൻസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബ്രിട്ടീഷുകാർ 1754 ബാറ്റിൽ ഓഫ് പ്ലാസി തൊട്ട് 1947 വരെ ഈ ഒരു 200 വർഷത്തിനടുത്ത് നമ്മളെ ഭരിച്ചു എന്ന് കരുതി ഇന്ന് ഞാൻ ലണ്ടനിൽ ചെന്നിറങ്ങുമ്പോൾ 30 വയസ്സുള്ള ഒരു ഇംഗ്ലീഷുകാരനെ കണ്ടു കഴിയുമ്പോൾ എൻ്റെ നാടിനെ ചൂഷണം ചെയ്തവനാണ് നീ എന്ന് അവനെക്കുറിച്ച് നമ്മൾ പറയാറില്ല. അങ്ങനെയാണെങ്കിൽ നമുക്കെന്തോ കുഴപ്പമുണ്ടെന്നാണ്. അന്നുണ്ടായിരുന്ന കുറച്ച് പേർ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അവന് വേദനയുണ്ടാകും, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ ബിസിനസ് പോകുമെന്ന് കരുതി ഇന്ത്യയുടെ കൊളോണിയലായിട്ടുള്ള ചരിത്രം നമ്മൾ എഴുതാതിരിക്കുന്നുണ്ടോ? അതേ കാര്യങ്ങൾ തന്നെയാണ് പുതിയ തലമുറയിലുള്ള കുടുംബത്തിൽപ്പെട്ടവർ അതിനെ ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അബൌട്ട് എ വെയിൻ ഗ്ലോറി. കാരണം അവർ ഒരിക്കലും എന്താണിത് ചെയ്യുന്നത്, എന്താണ് ഇൻറ്റൻഷൻ എന്ന് മനസ്സിലാകുന്നില്ല. ഈ മഹിമയും ജാതിയും സാമുദായിക മേന്മയും കുടുംബ മഹിമയും ഒക്കെ നമുക്ക് തന്നെ എഴുതി ചേർത്തിരിക്കുന്ന ചില ചായങ്ങളാണ്. ഒന്ന് മുഖം കഴിയാൽ പോകാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് സമുദായത്തിൻ്റെ കാര്യവും. ഇവിടെ പറഞ്ഞതുപോലെ ക്രൈസ്തവരിലെ ഏറ്റവും ഉയർന്നത് എന്ന് വിചാരിക്കുന്ന സ്വയം പറയുന്ന സമുദായമാണ്. പക്ഷേ പ്രീ ഡിഗ്രിക്ക് 1ാം റാങ്ക് വാങ്ങിച്ചിട്ട് സഭയുടെ കോളേജിൽ BAക്ക് ചേരാൻ വേണ്ടി വികാരിയച്ഛൻ്റെ കത്തുമായി ചെല്ലുമ്പോൾ മെത്രാൻ പറയുന്നത് കൂലിപ്പണിക്ക് പോകാനാണ് 1000 രൂപയും തന്നിട്ട്. അത് കഴിഞ്ഞ് അവിടെ ചേരുമ്പോൾ ചങ്ങനാശ്ശേരിയിൽ കോളേജിൽ ചേർന്ന് കഴിഞ്ഞ് ഹോസ്റ്റലിലെത്തുമ്പോൾ ഇത് കൊള്ളാവുന്ന കുടുംബത്തിലെ കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ് എന്ന് പറഞ്ഞ് നിരന്തരം അപമാനിക്കുന്ന വാർഡൻ അച്ഛനുണ്ട്. അദ്ദേഹം പുരോഹിതനാണ്. അപ്പോൾ സഭയെക്കുറിച്ച് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വന്തം സമുദായത്തെക്കുറിച്ച് ഇങ്ങനെ നീ പറഞ്ഞല്ലോ എന്ന് സഭയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും പ്രതികരണം പിന്നെ വന്നോ ഈ പുസ്തകമൊക്കെ വന്നു കഴിഞ്ഞ്? സഭ ഔദ്യോഗികമായിട്ട് പുസ്തകത്തിനെ എതിർക്കുന്നില്ല. ഞാൻ കഴിഞ്ഞ ദിവസം, എന്നെ ആരും അറിയിച്ചില്ല, ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസിൻ്റെ ഒരു സാഹിത്യ വിചാരം എന്നൊരു പരിപാടിയിൽ ഒരു 7 മിനിറ്റിൻ്റെ വീഡിയോ ഈ പുസ്തകം വായിക്കണം എന്നെല്ലാവരെയും ആഹ്വാനം ചെയ്യുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. എങ്കിലും കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് പുസ്തക ചർച്ചയുടെ ഇടയിൽ പറഞ്ഞതാണ്, ഒരു ക്രൈസ്തവ പത്രപ്രവർത്തകരുടെ ഇടയിൽ ഇത് സഭയ്ക്കെതിരെയുള്ളൊരു പുസ്തകമാണ് എന്ന ഒരു ചർച്ചയുണ്ടെന്നും അതുകൊണ്ട് ഞാനിത് വായിക്കുന്നില്ല എന്നും പറഞ്ഞ ഒരു സീനിയർ ജേർണലിസ്റ്റിൻ്റെ പേര് പോലും എന്നോട് പറഞ്ഞിരുന്നു. യഥാർത്ഥത്തിൽ പുസ്തകം വായിക്കണം. വായിച്ച് നോക്കിയിട്ട് സഭയിൽ എന്ത് തെറ്റ് ഉണ്ട് എന്നാണ് കാണേണ്ടത്. ഞാൻ ഇന്ന് രാവിലെയും പള്ളിയിൽ പോയി കുർബാന കണ്ടിട്ട് വന്നതാണ്. എൻ്റെ കുട്ടികളെല്ലാവരും എല്ലാ ഞായറാഴ്ചയും, പ്രായപൂർത്തിയായ മകനടക്കം എല്ലാവരെയും ഞായറാഴ്ച കുർബാനയിൽ അവർ സ്വാതന്ത്ര്യത്തോടു കൂടി പോകുന്നതാണ്. സഭയെന്ന് പറയുന്നത് തലയിലൊരു തൊപ്പിയും അരയിലൊരു കെട്ടും കയ്യിലൊരു കുന്തവും പിടിച്ച് നടക്കുന്ന ആളുകളുടെ ഒരു സംവിധാനമല്ല. സഭയെന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി നസ്രായനായ യേശു ക്രിസ്തുവായിത്തീരുന്ന പ്രോസസ്സിനെ അനുകരിച്ച് അപരനെ അവൻ്റെ ജാതി, മതം, വർഗം, വർണ്ണം ഒന്നും കരുതാതെ കൂടുതൽ നല്ല മനുഷ്യരാക്കി തീർക്കാനുള്ള യേശുവിൻ്റെ ഫിലോസഫിയാണ് പഠിപ്പിക്കുന്നത്. നല്ലവരായ വഴിവിളക്കുകളായ ധാരാളം ആളുകളെയും പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ തെള്ളിത്തോട്ടിൽ തന്നെ വികാരിയായി വന്ന ജോസച്ചൻ, അതിനുശേഷം സെമിനാരിയിൽ മാർഗനിർദ്ദേശകനായി വന്ന മറ്റൊരു ജോസച്ചൻ, അതിനുശേഷം മർത്തോമാ സഭയുടെ ബിഷപ്പ് അത്തനേഷ്യസ്, അതുപോലെ തന്നെ മൂന്നാറിലെ പള്ളി വികാരി. ഇങ്ങനെ ഈ വഴിവിളക്കുകളാണ് ജീവിതം തിരിച്ചുവിട്ടത്. വളരെ പോസിറ്റീവായിട്ടുള്ള, അല്ലെങ്കിൽ ജീവിതത്തെ മാറ്റിമറിച്ച ടേണിംഗ് പോയിന്റുകളെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഇടപെടലുകളും ഇതേ വൈദികരോ അല്ലെങ്കിൽ സഭാവസ്ത്രമിട്ടോ ആളുകളോ നടത്തിയിട്ടുണ്ട്. ഉണ്ട്. അത് ഞാൻ ഭാഗമായിട്ടുള്ള സമുദായത്തിലെ ഒരു സാമുദായിക തീവ്രത ഉള്ളവർ ഞാനത് സമുദായത്തെ അപമാനിച്ചതാണ് എന്ന് പറയുന്നവരുണ്ട്. അതിന് മറുപടി കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഈ പുസ്തകത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നത് പോലെ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന മേരിയാണ്. ഞാൻ ഈ ലോകത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ വർഷം, ഈ
കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് എനിക്കിനി ഒരു വർഷത്തിന് സബാത്തിക്കലാണ്. ഞാൻ ഇനി എഴുതാനും വായിക്കാനും പോവുകയാണ്. അപ്പോൾ എന്നെ പഠിപ്പിച്ച മേരി പഠിപ്പിച്ചതിലും വലിയ ജ്ഞാനമൊന്നും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. മേരി പറഞ്ഞിരിക്കുന്നത് അഭിലാഷിന് എന്നെക്കുറിച്ച് എന്ത് പറയണം എന്നുള്ളത് അഭിലാഷിൻ്റെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ അതിനോട് പ്രതികരിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് എൻ്റെ സ്വാതന്ത്ര്യമാണ്. തീവ്രമായ സമുദായത്തിൻ്റേതായ കാഴ്ചപ്പാടുകളുള്ള വ്യക്തികൾ അവരുടെ എവല്യൂഷനിൽ ഉണ്ടായിരിക്കുന്ന ഒരു കുറവാണത്. അവർ പറയുകയാണ് ഇത് സമുദായത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ എനിക്ക് മറുപടിയില്ല. പക്ഷേ എന്നെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ദ റൈറ്റ് ടു ഹാവ് യുവർ ഓൺ ഒപ്പീനിയൻ. ഞാനത് ബോധ്യപ്പെട്ട ആളാകണമെങ്കിൽ നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തണം. ആ ബോധ്യപ്പെടുത്തണമെങ്കിൽ ഈ പുസ്തകം വെച്ച് തന്നെ എന്നെ ബോധ്യപ്പെടുത്തണം. യഥാർത്ഥത്തിൽ സമൂലമായിട്ട് നമ്മളുടെ കുടുംബവും നമ്മുടെ വ്യക്തിത്വവും നമ്മളുടെ മക്കളും എല്ലാം മാറേണ്ടവരല്ലേ? എന്നും ഒരുപോലെ ഇരിക്കാൻ പറ്റുമോ? ഇപ്പോൾ എൻ്റെ കുടുംബത്തിലാണെങ്കിൽ എൻ്റെ മകൻ എന്നോട് പറയും നീ അങ്ങനെ ചെയ്യുന്ന ഇഷ്ടമില്ല. എനിക്ക് ഇൻസ്റ്റാഗ്രാം നന്നായിട്ട് ഉപയോഗിക്കാൻ ഞാൻ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ടൊരു അക്കൗണ്ട് തുടങ്ങുന്നത്. അത് ഉപയോഗിക്കാൻ എനിക്കറിയില്ല. അപ്പോൾ അറിയത്തില്ലാത്ത ഞാൻ അപ്പനാണ് എന്നും പറഞ്ഞ് എനിക്കറിയാവുന്നതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ എൻ്റെ 10 വയസ്സുള്ള അല്ലെങ്കിൽ എൻ്റെ 14 വയസ്സുള്ള അല്ലെ എൻ്റെ 16 വയസ്സുള്ള മോനോ അല്ലെ 19 വയസ്സുള്ള മോനോ ഒക്കെയാണ് ഇതിങ്ങനെയല്ല ചെയ്യുന്നത്, ഇതിങ്ങനെയാണ് ചെയ്യുന്നത്. അന്നേരം ഞാൻ അപ്പനാണ് എനിക്കാണ് അറിയാവുന്നതെന്ന് പറഞ്ഞിരുന്ന കാര്യമുണ്ടോ? അല്ല. അപ്പോൾ അന്നേരം ചിലപ്പോൾ പറയും ഞാനൊരു കാര്യത്തെ നോക്കിക്കാണുന്ന രീതി അവർക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണെന്ന് അവർ പറഞ്ഞു തരണം. എന്നെ വിമർശിക്കുന്നത് കൊണ്ട്, എൻ്റെ മകൻ എന്നെ വിമർശിക്കുന്നത് കൊണ്ട് എങ്ങനെയാണ് അവൻ എനിക്കെതിരാകുന്നത്? എൻ്റെ ചില പെരുമാറ്റങ്ങളും എൻ്റെ ചില രീതികളും എൻ്റെ ചില കാഴ്ചപ്പാടുകളും കാലത്തിന് ഉചിതമല്ല എന്ന് എൻ്റെ മകന് തോന്നിയാൽ എനിക്കത് പറഞ്ഞു തന്നു കഴിയുമ്പോൾ അവൻ എന്നെ എതിർത്തു എന്ന് പറഞ്ഞ് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് വളരെ മോശപ്പെട്ട പരിപാടിയല്ലേ? സഭയെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷേ സഭയും ആ സഭയുടെ തന്നെ ഈ അടുത്ത കാലത്തിലുള്ളൊരു എവല്യൂഷനുണ്ട്. അതൊരു റിഗ്രഷനായിട്ടാണ് ഞാൻ കാണുന്നത്. അതിൻ്റെ സാമൂഹികവും രാഷ്ട്രീയവുമായിട്ടുള്ള കാഴ്ചപ്പാടുകളിൽ, അപരമതങ്ങളോടുള്ള കാഴ്ചപ്പാടിൽ ഒക്കെ ക്രൈസ്തവ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോന്നുണ്ട്. അതിൽ എനിക്കൊരു ഇപ്പോൾ ചോദ്യമുള്ളത്, ഇപ്പോൾ നേരത്തെ അമ്മയെക്കുറിച്ച് പറഞ്ഞു. അമ്മ മേരി ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ടില്ല, പക്ഷേ ജീവിതം എന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും പഠിച്ച ഒരുപാട് ദർശനങ്ങൾ അമ്മയ്ക്കുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന സമയത്ത് സുബൈദ എന്ന പെൺകുട്ടി കൊണ്ടുവരുന്ന ചോറായിരുന്നു ഉച്ചയ്ക്ക് ഉള്ള വിശപ്പടക്കാനുള്ള വഴി. അപ്പോൾ അതറിഞ്ഞ അമ്മാവൻ മുഖമടച്ചു തന്നിട്ട് അവരുടെ കൂടെ കൂട്ടാനുള്ള കൂടോത്രമാണ് എന്ന് പറയുന്നുണ്ട് ഭക്ഷണം. അത് കഴിഞ്ഞ് അമ്മ പക്ഷേ പറയുന്നത് നീ വിശന്നിരിക്കുന്നതുകൊണ്ടാണ് ആ കൊച്ച് നിനക്ക് ഭക്ഷണം കൊണ്ട് തരുന്നത് എന്നാണ്. അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിയിലും പഠിക്കാതെ അമ്മയ്ക്ക് ആ ബോധ്യമുണ്ട്. പക്ഷേ അതുവരെ ജീവിതത്തിൽ ഒരു മുസ്ലിമിനെ പോലും കാണാത്ത അമ്മാവിന് പക്ഷേ ഇത് അവരുടെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഭക്ഷണം തരുന്നത് എന്ന ദർശനമാണ് ഉള്ളത്. ആ കാലം എന്ന് പറയുന്നത് ഇതുപോലെ കാസയും വിദ്വേഷ ഫാക്ടറികളും ഒന്നും ഉണ്ടാവുന്നതിന് മുമ്പുള്ള കാലമാണ് എന്ന് ഓർക്കണം. അമ്മയുടെ ആ ജീവിത ദർശനം എങ്ങനെ ഉരുവപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത് സ്വയം ആലോചിക്കുമ്പോൾ? എനിക്ക് തോന്നുന്നത് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു അവർ. അത് മതങ്ങളാലാണെങ്കിലും പാട്രിയാർക്കലായിട്ടുള്ള സമൂഹത്താൽ പ്രതിയാണെങ്കിലും കുടുംബങ്ങളാൽ പ്രതിയാണെങ്കിലും എല്ലാ തലത്തിലും എല്ലാ തരത്തിലും എല്ലാ രീതിയിലും ഒരു സൈഡിലേക്ക് ഒതുക്കപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്. അവർ പടവെട്ടി കയറി വന്നതാണ്. എനിക്ക് തോന്നുന്നത് ഈ അമ്മ പറഞ്ഞറിയാവുന്ന 3ാം ക്ലാസ്സിലെ 3ാം പാഠം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മയുടെ പഠിത്തം നിർത്താനുള്ള തീരുമാനം വീട്ടിൽ നിന്നാകുന്നത്. ഈ അറിവ് എന്ന് പറയുന്നത് സർവകലാശാലയിലെ ആംഫി തിയേറ്ററുകളിൽ നിന്നോ അല്ലെങ്കിൽ ലെക്ചർ ഹാളുകളിൽ നിന്നോ കിട്ടുന്നതല്ല. അത് അവിടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മാത്രമാണ്. ഇപ്പം യഥാർത്ഥത്തിൽ സർവകലാശാലയിൽ പോകേണ്ട കാര്യമില്ല, ഇൻഫർമേഷൻ എല്ലായിടത്തും അവൈലബിളാണ്. പക്ഷേ അതിനെ നമ്മളെങ്ങനെ നമ്മളുടെ ജീവിതത്തിലിട്ട് പ്രോസസ്സ് ചെയ്തെടുക്കുന്നു എന്നുള്ളതിനാണ് കാര്യമിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മേരിയുടെ കിട്ടുന്ന ഇൻഫർമേഷൻ അല്ലെ ജീവിതത്തെ നോക്കി കാണുമ്പോൾ കിട്ടുന്ന ഇൻഫർമേഷൻ ജീവിച്ച് അറിവ് നേടിയെടുത്ത ഒരാളാണ്. അപ്പോൾ അതായിരിക്കാം. പിന്നെ മേരി പറഞ്ഞ എല്ലാ കാര്യവും എനിക്കിപ്പോഴും മൊത്തവും മനസ്സിലായിട്ടൊന്നുമില്ല. അവർക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞാൽ നുണ പറയുന്നതാണ്. ഇത്ര ഡിഗ്രികളുണ്ടായിട്ടും ഈ സംസ്കാരങ്ങളെയും രാജ്യങ്ങളെയും ഒക്കെ കണ്ടിട്ടും അമ്മ കമ്പളികണ്ഡത്തിൽ മാത്രം ജീവിച്ച അമ്മ പറഞ്ഞ അറിവുകളെല്ലാം ഞാൻ നേടിയിട്ടില്ല. പിന്നെ സുബൈദ തന്ന ചോറിനെക്കുറിച്ചും ഒഫീഷ്യലായിട്ടുള്ളല്ലോ ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത നന്ദികുന്നേൽ മേരി പറഞ്ഞു തന്നതിലും വലിയ വീക്ഷണം എനിക്കുണ്ടായിട്ടുമില്ല. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു കാഴ്ചപ്പാടിൽ. എക്കാലത്തെ അങ്ങനെയാണ്. ഈ മതം എന്ന് പറയുന്നത് അത് വേണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരും തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇനി
അഭിലാഷിൻ്റെ പേര് അബ്ദുള്ള എന്നാണെങ്കിലും ചാണ്ടി എന്നാണെങ്കിലും അതെന്നെ ബാധിക്കുന്നില്ല. അത് അഭിലാഷിൻ്റെ സ്വാതന്ത്ര്യവും ഇഷ്ടവുമാണ്. പിന്നെ മതം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു സ്പിരിച്വാലിറ്റിയിലൂടെ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ആക്കുന്നുണ്ടെങ്കിൽ വൈ നോട്ട്? അപ്പോൾ അത് മുഹമ്മദ് ആണെങ്കിലും മുസ്തഫയാണെങ്കിലും ചാണ്ടിയാണെങ്കിലും ചന്ദ്രനാണെങ്കിലും അതെല്ലാം നല്ലത് തന്നെയാണ്. ഇനി എനിക്ക് പക്ഷേ കമ്പളികണ്ടത്തെ ദേവീക്ഷേത്രം നിങ്ങൾ ഈ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണാം. അവിടെ അമ്പലം പുതുക്കി പണിതു എന്ന് കഴിഞ്ഞ ഏപ്രിൽ മാസം അവസാനം എന്നെ ഒരു വായനക്കാരിയാണ് അറിയിച്ചത്. അപ്പോൾ ഞാൻ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോകുമ്പോൾ, പുസ്തക പ്രകാശനം കഴിഞ്ഞ് പോകുമ്പോൾ എന്നോട് ഈ കുട്ടി ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ അവിടെ വരെ ഒന്ന് പോയാലോ. പിറ്റേ ദിവസം ഞാൻ അവിടെ ഒന്ന് ചെന്ന് ശ്രീകോവിലിനകത്ത് കയറി ഒരു ഫോട്ടോ ഇട്ടു. അപ്പോൾ ഒരാൾ ഇത് കണ്ടിട്ട്, ആ കുട്ടിയാണ് ഇട്ടത്. അപ്പോൾ ആ ആൾ പറഞ്ഞു, ബാബു സാർ ഇപ്പോൾ അമ്പലത്തിലൊക്കെ പോയാണോ, അങ്ങനെയൊക്കെ ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇനി ഒരു ക്രിസ്ത്യാനി അങ്ങനെ ചെയ്തതെന്ന്. അതെല്ലാം വളരെ വികലമായിട്ടുള്ള ചിന്തകളാണ്. എനിക്ക് യേശുവിനെ ഒരു ദേവീക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിലും കാണാൻ സാധിക്കും. അത് തടസ്സമല്ല. എനിക്കൊരു മോസ്കിൽ കയറിയാലും എനിക്ക് യേശുവിനെ കാണാം. ഇതെല്ലാം നമ്മൾ എന്ത് കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ കാസയും പീലാസയും ഒക്കെ ഇറങ്ങി വന്ന് വെറുക്കാനാണ് ശീലിപ്പിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് മച്ച് ഫാർ അവേ ഫ്രം ദ ടീച്ചിങ്സ് ഓഫ് ക്രൈസ്റ്റ്. എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രാമായണം വായിക്കുന്നത്. ആ 19, 20, 21 വയസ്സുകളിലൊക്കെ എന്നെ ഈ ഗീതയും ആദിശങ്കരൻ്റെ അദ്വൈതവും ഒക്കെ എന്നെ പഠിപ്പിച്ചു തന്നത് ഒരു കന്യാസ്ത്രീയാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മൾക്ക് തുറവി കൂടുതലുണ്ടായിരുന്നു. അത് നമുക്കിപ്പോൾ കാലഹരണപ്പെട്ടു പോകുന്നു. എൻ്റെ കുട്ടികൾക്ക് എല്ലാ മതത്തിലുമുള്ള സുഹൃത്തുക്കളുണ്ട്, എല്ലാ നിറങ്ങളിലുമുള്ള സുഹൃത്തുക്കളുണ്ട്. ഞാനൊരിക്കലും അവരോട് പറയാറില്ല നിങ്ങൾ കല്യാണം കഴിക്കുന്ന ഇങ്ങനെ ആയിരിക്കണം, നിങ്ങൾ പ്രണയിക്കുന്നവരിന്നെ ആയിരിക്കണം, നിങ്ങൾ വർത്തമാനം പറയുന്ന ഇന്നതിനെക്കുറിച്ച്. അതിനൊന്നും ഒരു മാതാപിതാക്കളുടെ അവകാശത്തിൽപ്പെട്ടതല്ല ഇത്. കാരണം നമ്മൾക്ക് ശാഠ്യം പിടിച്ച് കരഞ്ഞപ്പോൾ വെച്ചുവാണിക്കടയിൽ നിന്ന് മേടിച്ച് തന്ന കളിപ്പാട്ടമല്ല നമ്മളുടെ കുട്ടികൾ ജീവനും ഓജസ്സും ചിന്തകളും ഉള്ള വ്യക്തികളാണ്. അവരെ രൂപകൽപ്പന ചെയ്തെടുക്കാനുള്ള ചില തലങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ജോലി മാത്രമേ നമുക്കുള്ളൂ. അവർ സൃഷ്ടിക്കുന്നത് നമ്മൾ ജീവിച്ച ലോകത്തെയല്ല, അവർ സൃഷ്ടിക്കുന്ന അവരുടെ ലോകത്തെയാണ്. അപ്പോൾ എന്തിനാണ് പിന്നെ ഈ ഭൂതകാലം പറഞ്ഞതെന്നൊരു ചോദ്യമുണ്ട്. അത് ഈ ചരിത്രം പഠിക്കുന്നത് അത് ബോറിങ്ങാണ് ഭയങ്കര. ചരിത്രം എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ളൊരു വിഷയം. ഈ ചരിത്ര റിസർച്ചേഴ്സ് ഒഴിച്ചുള്ളവർക്കാണ് കേട്ടോ, അവരെ ഇതിൽ ഉൾപ്പെടുത്താതെയാണ് പറയുന്നത്. പക്ഷേ ചരിത്രം എന്ന് പറയുന്നത് നമ്മളുടെ പ്രസൻറ്റിനെയും ഫ്യൂച്ചറിനെയും ഡിറ്റർമൈൻ ചെയ്യുന്നൊരു ഘടകമാണ്. ചരിത്ര പുസ്തകം വായിച്ച് കുടിയേറ്റ ജനതയും ഇപ്പോൾ നമ്മളിപ്പോൾ ഇടുക്കിയുടെയും കണ്ണൂരിൻ്റെയും വയനാടിൻ്റെയും കൊല്ലത്തിലെ ഗ്രാമപ്രദേശങ്ങളുടെയും മാത്രമല്ല ഈ കഥ. ഇത് കൊച്ചി ഇപ്പോഴല്ലേ ഈ കൊച്ചിയായത്, അല്ലെങ്കിൽ ട്രിവാൻഡ്രം സിറ്റി ആകുന്ന ഇപ്പോഴാണ്. എൻ്റെ കാലഘട്ടത്തിലെ തിരുവനന്തപുരവും കൊച്ചിയും ഒക്കെ മലമുകളായിരുന്നില്ല, പക്ഷേ അവിടെ ജീവിച്ച മനുഷ്യരുടെ അവസ്ഥകൾ ഇതിനോട് വളരെ സിമിലറാണ്. അതെ തീർച്ചയായിട്ടും. ഈ സുബൈദയെ പിന്നീട് കണ്ടിട്ടുണ്ട്. സുബൈദ ഏപ്രിൽ 16 പുസ്തക പ്രകാശനത്തിന് വന്നിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും കൂടെ സുബൈദയെ തേടിപ്പോയി. സുബൈദ ഇപ്പോൾ ഒരു വല്യമ്മയാണ്. പുസ്തകം വായിച്ചിട്ട് സുബൈദ എന്ത് പറഞ്ഞു? സുബൈദ കരഞ്ഞു, അത്രേ ഉള്ളൂ. പക്ഷെ അവൾ പറയുന്നത് അവൾ ഇതൊന്നും ഓർത്തല്ലടാ തന്നേ. സ്വാഭാവികമായിട്ടും അങ്ങനെ ആയിരിക്കില്ലല്ലോ, ഭക്ഷണം കൊടുക്കുക എന്നുള്ളതല്ലേ ഉള്ളൂ. നീ അന്ന് കൊടയിൽ കയറിപ്പോയത് അവൾ ഓർക്കുന്നുണ്ടെന്നാണ് പറഞ്ഞേ. വളരെ നന്നായി ജീവിക്കുന്നു. അടിമാലിയിലാണ് താമസം, അടിമാലി അടുത്ത്. എനിക്ക് തോന്നുന്ന ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ജീവിച്ചിരിക്കുന്നതിൽ 80% പേര് പുസ്തക പ്രകാശനത്തിന് വന്നിരുന്നു. പിന്നെ ചിലർക്ക് വരാനാവില്ലല്ലോ. തീർച്ചയായിട്ടും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മുഖത്ത് വിരൂപമായൊരു പാടുണ്ടെങ്കിൽ ആ പാട് എൻ്റെ തന്നെ ഭാഗമാണെന്ന് ഞാൻ സ്വീകരിച്ചില്ലെങ്കിൽ കണ്ണാടിയിൽ നോക്കുന്നത് എനിക്കിഷ്ടമില്ല. അപ്പോൾ ചിലപ്പോൾ അത് മാറ്റിക്കാണും ഒരു ഓപ്പറേഷൻ. നമ്മൾ ഒരു വിമലീകരണം അല്ലെങ്കിൽ കഥാർസിസ് എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, വായിച്ചിട്ട് തെറ്റായിപ്പോയി ഞാൻ ചെയ്തത്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വികാരം പങ്കുവെച്ച ആരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്, ഒരു വ്യക്തി മാത്രം, പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അന്നത്തെ കാലത്ത് അങ്ങനെയൊക്കെ പറ്റിപ്പോയി, ഒത്തിരി കുറ്റബോധമൊക്കെ ഉണ്ട്. പക്ഷേ ഇനി പുറകോട്ട് വന്നുവെച്ചാൽ എൻ്റെ ഈ പ്രായത്തിൽ അത് മാറ്റാൻ പറ്റത്തില്ലല്ലോ, സ്വാഭാവികം. പിന്നെ ഒരു ആൻറ്റി എന്നോട് പറഞ്ഞത്, അന്ന്
ഞാൻ ചെറുപ്പമായിരുന്നു, ദ്രോഹമൊന്നും ചെയ്തിട്ടില്ല അവർ. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്കൊക്കെ ഒരു ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യമെങ്കിലും ഭക്ഷണം തരാൻ എനിക്ക് പറ്റുമായിരുന്നു. അത് തരാത്തതിൽ എനിക്കിന്ന് കുറ്റബോധമുണ്ട്. ഞാൻ അന്നേരം പറഞ്ഞു, ആൻറ്റി എന്നെ ഓർത്ത് വിഷമിക്കേണ്ട, കടന്നു പോയില്ലേ. കാരണം ഈ കുറ്റബോധം എന്ന് പറയുന്നത് ഭയങ്കര ഒരു പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഈ ക്രൈസ്തവമായ ബാക്ക്ഗ്രൗണ്ടിൽ വളർന്നു വന്നിരിക്കുന്നവർക്ക് പാപമാണല്ലോ നമ്മൾ പറയും, രക്ഷയാണ് നമ്മൾ പറയുന്നത്. എന്തിൽ നിന്നുള്ള രക്ഷയാണ്? പാപത്തിൽ നിന്നാണ്. ഈ നിത്യജീവിതത്തെ സ്വപ്നം കണ്ടു പോകുമ്പോൾ നമ്മൾ ജസ്റ്റിഫൈ ചെയ്യുകയും നമ്മൾക്കിവിടെ ഒട്ടിച്ചേർന്ന് നിൽക്കാനുള്ളൊരു കാരണമെല്ലാം നമ്മുടെ പാപമാണ്. പാപം എന്ന് പറയുന്ന പോലും പാപമല്ല, കുറ്റബോധത്തെയാണ് നമ്മളിപ്പോൾ പാപബോധം എന്നൊക്കെ പറഞ്ഞ് അതിനെ കൂടുതൽ എന്നാ പറയുന്നത് ഭംഗിവൽക്കരിക്കുക ആണ് എന്നുണ്ടെങ്കിൽ പോലും ശരിക്കും ഈ പാപബോധമാണ്. അപ്പോൾ ഈ പാപബോധം അല്ലെങ്കിൽ കുറ്റബോധമൊക്കെ വന്നു കഴിയുമ്പോഴേക്കും അത് നമ്മളുടെ ജീവിതം ഈ 70-ാം വയസ്സിലോ 60-ാം വയസ്സിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ നമ്മളപ്പോൾ അത് സാരമില്ല എന്ന് പറയുന്നത് ഹ്യൂമൻ കൈൻഡ്നെസ്സാണ്. അവർ നമ്മളെ ദ്രോഹിച്ചത് കൊണ്ടല്ല അത് പറയുന്നത്. എനിക്ക് ചെയ്യാമായിരുന്ന നന്മ ഞാൻ ചെയ്തില്ലല്ലോ എന്നൊരു തോന്നൽ, ദാറ്റ് മേക്സ് യു വാൾണറബിൾ വെൻ യു ആർ 60s ഓർ 70s. അത് ഒഴിവാക്കണം. അന്നേരം നമുക്ക് കരുണയുണ്ടാവണം. കരുണയുണ്ടാവേണ്ടത് ഈ ജീവിച്ച് തീർത്ത കാലഘട്ടത്തെക്കുറിച്ചുള്ളൊരു കണക്കെടുപ്പ് 60കൾ കഴിഞ്ഞ് അല്ലെങ്കിൽ 70 ആകാറാകുമ്പോഴേക്കും നടത്താൻ തുടങ്ങും. അപ്പോൾ അന്നേരം ചിലർ 1-2 പേര് 2-3 പേരോളം എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് പറ്റിപ്പോയിന്ന്. അപ്പോൾ കല്ലാർകുട്ടി ഡാമിൽ ജീവിതം അവസാനിപ്പിക്കാൻ ഒരു വട്ടം ചിന്തിച്ചു പോയൊരമ്മ പിന്നെ 4 മക്കളെയും വാരി പിടിച്ച് ചെയ്യാത്ത ജോലികളൊന്നുമില്ല. അരി വയ്ക്കുന്നുണ്ട്, മണൽ ചുമക്കുന്നുണ്ട്, അടയ്ക്ക പൊളിക്കുന്നുണ്ട്. അതെല്ലാം ചെയ്ത് അത്രയും ത്യാഗസന്നദ്ധതയായി ജീവിച്ച് മക്കളെ വളർത്തിയ അമ്മയാണ്. എന്നിട്ടും 10ാം ക്ലാസ്സിലൊക്കെ എത്തിയപ്പോൾ ആ അമ്മയോട് കലഹിക്കാനും ഭ്രമണപഥം ഒന്ന് തെറ്റാനും ഒക്കെ കാരണം എന്തായിരിക്കും? അതെനിക്ക് തോന്നുന്നത് അതൊരു നാച്ചുറൽ പ്രോസസ്സിൻ്റെ ഭാഗമാണ്. അത് ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും നേരത്തെ കുട്ടികളാണെങ്കിലും നമുക്കൊരു കൗമാരത്തിൻ്റെ ഗ്രഹണങ്ങളുണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് അധികാരത്തിൽ അല്ലെ നമ്മളെ നിയന്ത്രിക്കുന്ന ആളെന്ന് പറയുന്നത് അമ്മയാണ്. അപ്പോൾ ആ അമ്മ അല്ലെങ്കിൽ ഇനി അപ്പനുണ്ടായിരുന്നെങ്കിലും അങ്ങനെ വരും. അത് നമ്മൾക്ക് പലപ്പോഴും നമ്മളുടെ നാട്ടിലിതെല്ലാം സപ്രസ് ചെയ്താണ് വെക്കുന്നത്. ടീനേജ് ക്രൈസിസ് മൂടി വെക്കും. എന്നിട്ട് അത് ഈ കല്യാണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കുമാണ് ഇത് പരിപാടി തുടങ്ങുന്നത്. അത് വളരെ ബിലേറ്റഡ് ആയിട്ടുള്ളൊരു ക്രൈസിസാണ്. എനിക്ക് തോന്നുന്നത് എൻ്റെ കാര്യത്തിൽ ആ കൗമാരത്തിൻ്റെ പ്രതിസന്ധികളും ഗ്രഹണങ്ങളും അത് വളരെയേറെ തീവ്രമായി. അത്രയും ത്യാഗം സഹിച്ച ഒരമ്മയോട് അത് ഭയങ്കര ക്രൂരതയാണ് ചെയ്തത്. വഴക്ക്, പ്രശ്നങ്ങൾ, ബഹളം, ഒളിച്ചോടി പോവുക, അതെല്ലാം അവർ ചെയ്ത ത്യാഗങ്ങളെ കാണാതെ പോയ കുറേ കാലമുണ്ട്, 2-3 വർഷക്കാലം. അത് നാച്ചുറലായിട്ടത് കടന്നു പോയതുകൊണ്ട് എൻ്റെ 24-ാം വയസ്സിലോ അല്ലെങ്കിൽ 25-ാം വയസ്സിലോ ആണ് ഞാൻ എൻ്റെ ക്രൈസിസ് പീരീഡിലൂടെ കടന്നു പോകുന്നതെങ്കിൽ എൻ്റെ മാത്രം ജീവിതമല്ല, എൻ്റെ സഹോദരിമാരുടെ ജീവിതവും കൂടി പൊലിഞ്ഞു പോകുമായിരുന്നു. പക്ഷെ മടങ്ങി വരുമ്പോൾ എൻ്റെ അമ്മ ആദ്യം എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയൊന്നും അല്ല ചെയ്തതെന്ന് പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട്. എൻ്റെ കരണക്കുറ്റിക്കിട്ട് ഒരൊറ്റ അടിയ തന്നെ, നിനക്കിത് എന്തുകൊണ്ട് എന്നോട് എങ്ങനെ ചെയ്യാൻ തോന്നിയെന്നായി. അമ്മയോടുള്ള ഇനി അതിനൊരു സോഷ്യോളജിക്കലായിട്ടുള്ളൊരു വശമുണ്ട്. ഈ 80കളുടെ അവസാനത്തിൽ അല്ലെ 90ൻ്റെ ആരംഭത്തിൽ ആ ഒരു പതിറ്റാണ്ട് മുഴുവനും അപ്പനില്ലാതെ തന്തയില്ലാത്തവനായിട്ട് ലിറ്ററലി എ ബാസ്റ്റഡ് എന്ന ആ ഒരു രീതിയിൽ ജീവിക്കുന്ന ഒരു പയ്യൻ അല്ലെങ്കിൽ ഒരു പെൺകുട്ടി, അവൾക്ക് റിവോൾട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അവന് റിവോൾട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ലെങ്കിൽ വിശുദ്ധനുള്ള സാധ്യതയാണുള്ളത്. ഞാനൊരു വിശുദ്ധനല്ലാത്തത് കൊണ്ടും ഒരു സാധാരണ മനുഷ്യനായതുകൊണ്ടും ആയിരിക്കാം അങ്ങനെ വന്നത്. കാരണം നമ്മളൊരു സമൂഹത്തിൽ ഒറ്റപ്പെടിയിൽ, ഇപ്പോൾ ഞാൻ എല്ലാത്തിലും വലിയ മിടുക്കനായിട്ടുള്ള ഒരാളല്ലായിരുന്നു, സാധാരണ ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഒരു കള്ളനും പോലീസും കളിക്കുമ്പോൾ പിടികൊടുക്കാതെ രക്ഷപ്പെട്ട് വിജയിച്ച് നിന്നവനാണെങ്കിൽ പോലും ഞാൻ ജയിച്ച് കഴിയുമ്പോൾ കൂട്ടുകാരൻ എന്നെ നീ തന്തയില്ലാത്തവനല്ലേ എന്ന് പറയും. കാരണം അവന് മറ്റൊന്നും പറഞ്ഞ് എൻ്റെ മുമ്പിൽ ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മൾ അക്യുമുലേറ്റ് ചെയ്യും. ആ അക്യുമുലേറ്റ് ചെയ്യുന്നത് മുഴുവനും ഒരു ദിവസം ഈ സ്പ്രിങ് പോലെയാണ്. പണ്ടൊരു പേരയുണ്ടായിരുന്നു, ഇങ്ങനെ ഞെക്കുമ്പോൾ അകത്ത് സ്പ്രിങ്ങൊക്കെ ഇട്ട് അതിനെ ഇങ്ങനെ പിടിച്ചു വെച്ചാൽ കൈ അയച്ച് കഴിയുമ്പോൾ തെറിച്ചങ്ങ് പോകും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ മൂടിക്കെട്ടി അടക്കി വെക്കുന്ന എല്ലാം അത് ഒരു ദിവസം ഇങ്ങനെ തെറിച്ചു വരും. അതാണ് ആ കൗമാരത്തിൻ്റെ ഗ്രഹണം എന്ന് പറയുന്നത്. പക്ഷേ ഒരു തരത്തിൽ പറഞ്ഞാൽ അതും നന്മയായിരുന്നു. എന്നോട് ഒരാൾ പറയുകയുണ്ടായി, ഇത്ര നല്ലൊരു മനുഷ്യനായിട്ട് നിങ്ങളെ ചിത്രീകരിച്ച് ആ അനാഥശാല ഈ കാര്യങ്ങളെല്ലാം വന്നതായിരുന്നു, സൂപ്പർ വർക്കായിരുന്നു.
പക്ഷേ ആ ഒരു 3-4 ചാപ്റ്റർ അങ്ങ് ഒഴിവാക്കാമായിരുന്നു. ഏത് ആ അമ്മയായിട്ടുള്ള പ്രശ്നവും വീട്ടിലെ ബഹളവും ഒളിച്ചോടിപ്പോക്കും അങ്ങ് ഒഴിവാക്കിയിരുന്നേ നിങ്ങളെ ആളുകൾ കാണുന്ന രീതി വളരെ വ്യത്യസ്തം. അപ്പോൾ പിന്നെ ഞാൻ എന്നെ തന്നെ ഒരു മാർക്കറ്റ് ചെയ്യുന്ന ആത്മവഞ്ചനയാണ്. അപ്പോൾ അതൊക്കെ ഉള്ള കുറവുകൾ, ഈ പെർഫെക്ഷൻസ് തേടി പോകേണ്ട കാര്യം നമുക്കില്ല. ഞാൻ വളരെ കുറവുകളുള്ളതും എന്നാ ബലഹീനതകളുള്ളതും ആയിട്ടുള്ള പാപിയായൊരു മനുഷ്യനാണ്. ഇവിടെ പൂർണ്ണരായവരെ ഞാൻ ആരെയും കണ്ടിട്ടില്ല. എനിക്ക് പൂർണ്ണരായ ആളുകളോട് വലിയ താല്പര്യമില്ല. കുറവുകളുള്ളവരോടും ബലഹീനതകളുള്ളവരും തോറ്റുപോകുന്നവരോടും ഒക്കെയാണ് ഞാൻ തോറ്റുപോയിട്ടുള്ളതാണ്. ഈ വിജയമൊന്നും ഒറ്റ ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. ഒത്തിരി പ്രാവശ്യം വീണു പോയിട്ടുള്ള ആളാണ് ഞാൻ. അമ്മ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ സ്റ്റാഫ് റൂമിൽ വെച്ച് ഇതുപോലെ മുഖത്തടിച്ചിട്ടുണ്ട്. ഒളിച്ചോടി പോയി വീട്ടിൽ തിരികെ എത്തുമ്പോൾ ആദ്യത്തെ പ്രതികരണം മുഖമടച്ചുള്ള ഒരു അടിയായിരുന്നു. അതല്ലാതെയും വേറെയും അടി കൊണ്ടിട്ടുണ്ട്. പുസ്തകം വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് പുസ്തകം വാങ്ങിയില്ല, അതുകൊണ്ട് ജെസ്സി സിസ്റ്റർ അടിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ഫീസ് അടയ്ക്കാത്തതുകൊണ്ട് അടി കിട്ടിയിട്ടുണ്ട്. എന്തിന് ഈ പരീക്ഷാ പേപ്പറിൽ പടം വരയ്ക്കാൻ പെൻസിലും സ്കെയിലും കോമ്പസും ഇല്ലാത്തതുകൊണ്ട് മാഷ് അടിച്ചിട്ടുണ്ട്. കൊണ്ട അടികളിൽ ഏറ്റവും വലിയ വേദന ഏതായിരുന്നു? അത് ഈ അടികളൊന്നും ശരിക്കും വേദനയല്ല. എനിക്ക് തോന്നുന്നത് ഈ പരീക്ഷ പേപ്പറിൽ പെൻസിലും കോമ്പസും ഒന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇതിന് ഉത്തരം എഴുതാത്തത് എന്ന് എഴുതി വെച്ചേച്ച് പോകുന്ന കുട്ടി വളരെ വികൃതിയാണ്. അവനിട്ട് ആ പരീക്ഷ പേപ്പർ നോക്കി ആ സാറ് ഒരു അടി തന്നോർത്ത് നമ്മൾ പോലീസിൽ പോയി പരാതി കൊടുക്കേണ്ട കാര്യമില്ല. അത് കഴിഞ്ഞ് പുള്ളി എനിക്ക് പുള്ളിയുടെ ബോണ്ടായും പലകാര്യം തരുന്ന ഒരു ഇതുകൊണ്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് ഞാൻ മതി സാറിനെ പോയി കണ്ടിരുന്നു വീട്ടിൽ പുസ്തകം ഇറങ്ങുന്നതിനൊക്കെ മുമ്പ്. എൻ്റെ മനസ്സിൽ ഓർത്തിരിക്കുന്നത് അദ്ദേഹം എനിക്ക് തന്ന പലഹാരമാണ്, എനിക്കിട്ട് തന്ന അടിയല്ല. ടെസ്സി സിസ്റ്റർ, യഥാർത്ഥത്തിൽ ടെസ്സി സിസ്റ്ററിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. വളരെ റഫായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു ഈ സിസ്റ്റർ. പക്ഷേ ഞങ്ങൾ ക്രിമിയമച്ചിന്നാണ് സ്കൂളിൽ വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്കെന്നാൽ പറഞ്ഞുകൂടായിരുന്നു എനിക്ക് പൈസ ഇല്ലാത്തതുകൊണ്ട് പുസ്തകം വാങ്ങിയിട്ടില്ലെന്ന്. പക്ഷേ നമുക്ക് ദുരഭിമാനമുണ്ട് എപ്പോഴും. അതുകൊണ്ട് ആ ദുരഭിമാനത്തിൽ നമ്മൾ കാര്യം പറയുന്നില്ല. അപ്പോൾ സിസ്റ്റർ ചിലപ്പോൾ ചിന്തിച്ചത് ഈവൻ വീട്ടിൽ പുസ്തകം ഉണ്ടായിട്ടും കൊണ്ടുവരാതിരുന്ന. അപ്പോൾ ആ ശിക്ഷകളൊക്കെ കുട്ടികളെ തല്ലുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം അവിടെയുണ്ട്. അതെനിക്ക് മറുപടി പറയാൻ പറ്റില്ല. അതൊക്കെ ശാസ്ത്രീയമായി നമ്മൾ പറയേണ്ടതാണ്. പക്ഷെ എന്നെ തല്ലിയത് ശരിയായിരുന്നു, അതിൽ തെറ്റില്ല. സിസ്റ്ററിനെ ഒന്ന് കാണാൻ പോകണം. സിസ്റ്റർ ഇവിടെ അടുത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോതമംഗലത്തിന് പോകുന്ന വഴിക്ക്. വായിച്ചോ പുസ്തകം സിസ്റ്റർ? അറിയില്ല സിസ്റ്റർ എവിടെയാണെന്ന് ഞാൻ ഇന്നലെയാണ് കണ്ടെത്തിയത്. അപ്പോൾ സിസ്റ്റർ റിട്ടയറായി, അത്യാവശ്യം പ്രായമുണ്ട്. അപ്പോൾ ആ സിസ്റ്റർ പിന്നീട് ആ പുസ്തകം എനിക്ക് വാങ്ങിച്ചു തരുന്നു. വേറൊരാളോട് സംസാരിച്ച് മറ്റൊരു ടീച്ചർ ബാക്കി മുഴുവൻ പുസ്തകം വാങ്ങിത്തരുന്നു. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു എത്ര സിസ്റ്റർ പറയുന്നത്. അതിനകത്തെല്ലാം ഇല്ലേ, പഠിച്ചതെല്ലാം അവിടെ പോയില്ലേ. പിന്നെ ശരിക്കും സ്പെഷ്യൽ ഫീസ് കൊടുക്കാത്ത അന്ന് അടിക്കുന്നത് ഞാനൊരു കോമാളിത്തരം കാണിച്ചിട്ടാണ്. ആ സിസ്റ്ററിൻ്റെ പേര് ഞാൻ ശരിക്കും ഉള്ളതല്ല വെച്ചിരിക്കുന്നത്. ആ സിസ്റ്റർ എന്നെ പൊക്കത്തിൽ കയറ്റി നിർത്തിയിട്ട് എനിക്ക് ചിരി വന്നു. താഴെ പിള്ളേരെല്ലായിരിക്കുന്നു, സ്പെഷ്യൽ ഫീസ് കൊടുക്കാത്ത ഞാൻ മാത്രം ബെഞ്ചിൻ്റെ മുകളിൽ നിൽക്കുന്നു. അപ്പോൾ ഇവരെല്ലാം ഉളകളാണല്ലോ എന്നൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്കുണ്ടായത്. അപ്പോൾ എനിക്ക് ചിരി വന്നു. അപ്പോൾ അന്ന് ഇന്നത്തെ പോലെ കവളൊന്നും ചാടിയിട്ടില്ലല്ലോ. ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുമ്പോൾ ഈ പല്ലൊക്കെ ഇതിലും കൂടുതൽ പൊങ്ങിയിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. സുബൈദ എന്നോട് പറഞ്ഞു, പണ്ട് നിൻ്റെ പല്ലൊക്കെ പൊങ്ങിയതായിരുന്നല്ലോ, ഇതൊക്കെ താന്നു വന്നല്ലോ എന്ന് കഴിഞ്ഞ ദിവസം സുബൈദ പറഞ്ഞു. യഥാർത്ഥത്തിൽ പല്ല് താന്നതല്ല, ഈ ഭക്ഷണം കഴിച്ച് കവിള് ചാടിയത് കൊണ്ട് പല്ല് പൊങ്ങിയ അവസ്ഥ നമുക്ക് കുറച്ച് ഫീൽ ചെയ്യുന്നുള്ളൂ എന്നുള്ളൂ. സോ ഈ എന്തോ നമ്മൾ പറഞ്ഞത് ഈ അടി സിസ്റ്റർ നമ്മളെ കയറ്റി നിർത്തുന്നു. അപ്പോൾ ആ ചിരി വന്നപ്പോൾ സിസ്റ്റർ വേണം, അവൻ സ്പെഷ്യൽ ഫീസും കൊടുക്കാതെ അവൻ്റെ മാനത്തേക്ക് പോകുന്ന പല്ലും നോക്കി പല്ലും വെച്ചുകൊണ്ട് അവൻ ചിരിക്കുന്നു. ശരിക്കും ഞാനതിനകത്ത് എഴുതിയിരിക്കുന്നത് അന്ന് ഞാൻ ചിന്തിച്ച ഒരു കാര്യം, 7ൽ പഠിക്കുക, എൻ്റെ മനസ്സിലേക്ക് വന്ന് ഈ സ്പെഷ്യൽ ഫീസും എൻ്റെ പല്ലും തമ്മിൽ എന്താ ഒരു ബന്ധം എന്നുള്ള. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി എൻ്റെ പല്ല് ഇങ്ങനെ ഇരിക്കുന്നത് തന്നെയാണ് നല്ലതെന്ന്. കാരണം സായിപ്പിൻ്റെ നാട്ടിൽ അവർ ഓർക്കുന്നത് എൻ്റെ എല്ലാ പ്രശ്നങ്ങളുടെ മുമ്പിലും ബാബു ചിരിച്ചുകൊണ്ടായിരിക്കുന്നത്. എൻ്റെ പല്ലിങ്ങനെ പൊങ്ങിയതുകൊണ്ട് ചുണ്ടുകൾ തമ്മിൽ ചേരാത്തതാണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷെ മറ്റുള്ളവർ ചിന്തിക്കുന്നത് ഞാൻ എപ്പോഴും ചിരിച്ചായിരിക്കുന്നത്. പിന്നെ സിസ്റ്റർ അന്ന് തന്ന അത് കഴിഞ്ഞ് ചിറക്കിയിട്ട് തന്ന തല്ലും ഒക്കെ
അതൊരു വേദനയായിട്ട് എനിക്ക് ഇപ്പോഴും ഉണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ ആ സിസ്റ്ററിനെ ഞാൻ പിന്നീട് കണ്ടിരുന്നു. അവർ ഈ പുസ്തകമൊക്കെ ഇറങ്ങുന്നതിന് മുമ്പാണ്. അന്ന് എനിക്കിഷ്ടപ്പെട്ട ഒരു സിസ്റ്ററിൻ്റെ അടുക്കൽ ഞാൻ പോകുമ്പോൾ അവിടെ ഈ സിസ്റ്റർ പ്രായമായ സിസ്റ്ററുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, എടാ ചെറുപ്പകാലത്ത് കുറേ, അത് ഞാൻ പറയാൻ വിട്ടുപോയി ഇച്ചിരി മുമ്പ്, റിഗ്രറ്റ് ചെയ്ത ഒരു ഇതുണ്ട്. എടാ ഈ കാര്യം ഇൻസിഡൻറ്റ് പുള്ളിക്കാരി പറയുന്നില്ല, ഓർക്കുന്നില്ലായിരിക്കാം. ചെറുപ്പകാലത്ത് ഒത്തിരി മോശപ്പെട്ട രീതിയിലൊക്കെ പെരുമാറിയിട്ടുണ്ട്. അന്നേരത്തെ സ്വഭാവത്തിൻ്റെയൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്നൊക്കെ ഓർക്കാറുണ്ടെന്ന്. പക്ഷേ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. നിന്നെ ഞാൻ എപ്പോഴേലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് കേട്ടോ. ഞാൻ ആ സിസ്റ്ററിനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയും കൊടുത്തു. പക്ഷേ ഇപ്പോഴും അങ്ങനെ അത് ചെയ്യരുതായിരുന്നു എന്നൊരു തോന്നൽ. ഏത് ഉമ്മ കൊടുത്തല്ല, സിസ്റ്റർ ചെയ്തത്. കാരണം ഇന്നും അങ്ങനെ ചെയ്യുന്നവരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് തെറ്റാണ്, അത് ഭയങ്കര. കാരണം എനിക്ക് തോന്നുന്നു, എനിക്ക് പിന്നീട് ഞാൻ 97-ലോ 98-ലോ കമലാദാസിനെ SBയിൽ വെച്ച് കാണുമ്പോഴാണ് എൻ്റെ ആ കോംപ്ലക്സ് തന്നെ പോകുന്നത്. അപ്പോൾ അവർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നൊരു സുഹൃത്ത് വിളിച്ചിട്ട് ചോദിച്ചു, അന്ന് നീ കമലാദാസിനോട് ആ ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ചോദിച്ച ചോദ്യം ഓർക്കുന്നുണ്ടോ? അപ്പോൾ അത് വളരെ, ഞാനന്നേരം കൃത്യം ഓർക്കുന്നില്ല. പിന്നെ എന്തിനാണ് നിന്നെ ഫോട്ടോ എടുക്കാൻ? നീ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടെന്ന്. പക്ഷേ എന്തിനാണ് നിന്നെ മാത്രം അവിടെ നിന്ന് ഇറക്കി പുള്ളിക്കാരി ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചേ? ഞാൻ ഓർക്കുന്നില്ല ചോദ്യം. അപ്പോൾ അവൻ എന്നോട് പറയാണ്, നീ പുള്ളിക്കാരിത്തോട് ചോദിച്ചു, ഈ മൈ സ്റ്റോറിയിൽ എഴുതിയിരിക്കുന്നതെല്ലാം ഈ പ്രണയവും ലൈംഗികമായിട്ടുള്ള ആഗ്രഹങ്ങളുമെല്ലാം സത്യമാണോ, അതെയോ ഒരു ടിഞ്ച് ഓഫ് ഇമാജിനേഷൻ അതിനകത്തുണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, ഈ അഭിലാഷങ്ങളും പ്രണയങ്ങളും എല്ലാം വിവരിക്കുമ്പോൾ എന്താണെങ്കിലും അനുഭവപ്പെടുന്നു എന്ന് തോന്നുന്നതും എല്ലാം ഇതിൽ കടന്നു വരുമെന്ന്. അപ്പം ഞാൻ ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്, ഡോണ്ട് യു തിങ്ക് ദാറ്റ് ദർ ഈസ് എ കൈൻഡ് ഓഫ് ഇൻ്റലക്ച്വൽ പ്രോസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇറ്റ്? അവരത് വളരെ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അത് കഴിഞ്ഞപ്പോൾ, ആ സെഷൻ കഴിഞ്ഞപ്പോൾ എന്നോടൊന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അതുവരെ ഫോട്ടോ എടുക്കാൻ ഞാൻ ഇങ്ങനെ നിൽക്കുള്ളൂ. എന്നോട് പറഞ്ഞു, നീ സുന്ദരനാ ബാബു, നീ ആ പല്ലൊക്കെ കാണിച്ചങ്ങ് ചിരിച്ചോളൂ എന്ന്. അപ്പോൾ ഞാനവരെ കമല സുരയ്യ എന്ന് വിളിക്കില്ല, ഞാൻ കമലദാസ് എന്ന് മാത്രമേ വിളിക്കുള്ളൂ. അപ്പോൾ കമലദാസ് എന്നോട് ചിരിച്ചോ നീ സുന്ദരനാണെന്ന് പറഞ്ഞപ്പം അന്ന് 7ാം ക്ലാസ്സിൽ സാനിയ സിസ്റ്റർ പറഞ്ഞത് വിട്ടിട്ടുണ്ടാവണം. അതുകൊണ്ട് പിന്നീട് എൻ്റെ പല്ലിനെക്കുറിച്ച് ഇപ്പോൾ വേണേൽ 10 പ്രാവശ്യം കെട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് അത് ഞാൻ കെട്ടില്ല, ഇപ്പോഴും അന്നുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ, ഇതിങ്ങനെ പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് നമുക്കെപ്പോഴും സന്തോഷമാണെന്ന് ആൾക്കാർ ഓർത്തോളും. കാരണം ഇഷ്ടംപോലെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പോൾ ഈ പ്രശ്നങ്ങളുള്ളവർക്ക് ചിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പം അവരുടെ പ്രശ്നങ്ങളിൽ ഒരു തരി വെളിച്ചം സന്തോഷമായിട്ട് വരും. ഇപ്പോൾ കുട്ടിക്കാലം ഓരോ ആളെ സംബന്ധിച്ചുള്ള ഓർമ്മകളിൽ വർണ്ണശബളമായിരിക്കും. കളിക്കാൻ പക്ഷേ സമയമുണ്ടായിരുന്നില്ല. കാരണം 9ാം ക്ലാസ് പഠിക്കുമ്പോഴേക്ക് കപ്പ്യാരും വെപ്പുകാരനുമായി. അതിനു മുമ്പ് കല്ല് ചുമക്കാൻ പോകണമായിരുന്നു, അടയ്ക്ക പൊളിക്കാൻ പോകണമായിരുന്നു. അപ്പോൾ ആ കാലത്തെ കളികൾ, സാധാരണ കുട്ടികൾക്കുണ്ടാവുന്ന ബാല്യം, തോന്നാവുന്ന പ്രണയം, ഇതൊക്കെ മിസ്സായതായിട്ട് തോന്നുന്നുണ്ട്. ആദ്യം പ്രണയം പറയാം. അത് ഈ പുസ്തകത്തെക്കുറിച്ചുള്ളൊരു വിമർശനം കൂടിയാണ്. ഈ പുസ്തകത്തിൽ പ്രണയമില്ല. അതെന്നാ 26 വയസ്സ് വരെ പ്രണയം ഉണ്ടായില്ലേ? പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ട്. ഇച്ചിരി മൈന്യൂട്ടായിട്ട് വായിക്കുന്നവർക്ക് അത് പ്രണയമായിരുന്നോ? ഇപ്പോൾ 10-11 വയസ്സുള്ള കുട്ടിക്ക് അത് പ്രണയത്തെയൊക്കെ ഡിഫൈൻ ചെയ്യാൻ പാടുണ്ട്. 50 വയസ്സായ ബാബു ഇരുന്നിട്ട് അന്നുണ്ടായിരുന്ന പ്രണയമായിരുന്നു എന്ന് പറയുന്നത് ഇതിനകത്തൊരു ഫൗളുണ്ട്. അത് വായിക്കുന്ന അഭിലാഷിനോ മറ്റൊരാളോ ആണ് പറയുന്നത്, ഇത് പ്രണയമാണെന്ന്. അത് ഇച്ചിരി മൈന്യൂട്ടായിട്ട് മറ്റേ എവിടെയൊക്കെയോ ഇച്ചിരി പ്രണയമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ ഈ വിശപ്പ് കത്തി നിൽക്കുമ്പോൾ, അപഹേളനങ്ങൾ, അപമാനങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഈ പ്രണയത്തിന് ഒത്തിരി വരമ്പുകൾ ഇട്ടിട്ടുണ്ട്. ഈ പ്രണയം എന്ന് പറയുന്നത് ലവ് ഈസ് എ ലക്ഷറി. അപ്പോൾ പറയും, അപ്പോൾ ചെമ്മീനില്ലേ, അതില്ലേ, ഇതില്ലേ, അത് ഉണ്ടാവുമായിരിക്കും, ചെമ്മീനുണ്ടാവും. പക്ഷേ എനിക്ക് പ്രണയം എന്ന് പറയുന്നത് അതൊരു ലക്ഷറിയാണ്. ഈ കളികൾ ഞാൻ അങ്ങനെയൊന്നും കളിച്ചിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നൊരു 10-14 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാണ് ഈ ശരി കള്ളനും പോലീസും ഒക്കെ കളിക്കാനാണേലും പോയിരിക്കുന്നത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുന്ന എവിടെയെങ്കിലുമൊക്കെയാണ്. അത് മിസ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം ഒരു കുട്ടിക്കാലം അങ്ങനെയൊക്കെ ആയിരിക്കണം. പിന്നെ ഓരോ വ്യക്തിയും യുണീക്കാണ്. അല്ല, ആ കാലത്ത് മറ്റു കുട്ടികൾക്കുള്ള കുട്ടിക്കാലം എനിക്കില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. ഇപ്പോൾ ചുമക്കാൻ പോകുമ്പോൾ, കല്ലെടുക്കാൻ പോകുമ്പോഴൊക്കെ
കൂടെ പഠിക്കുന്ന കുട്ടികൾ കാണരുത് എന്ന ഒരു ബോധം ഉണ്ടായിരുന്നു. ആ അപകർഷതയെ അമ്മയാണ് അഡ്രസ്സ് ചെയ്തത്, നമുക്ക് എന്ത് പണിയും എടുക്കാം. അമ്മ അഡ്രസ്സ് ചെയ്തെങ്കിലും അമ്മയെപ്പോലെ അത്രയും ശക്തിയായൊരു സ്ത്രീ, കാഴ്ചപ്പാടുകൾക്ക് അത്ര ക്ലാരിറ്റി ഉള്ളൊരു സ്ത്രീ ഒന്നും പറയുന്നത് 14, 15, 16, 17 വയസ്സിൽ എനിക്ക് എൻ്റെ അപകർഷതയൊന്നും പോയിരുന്നില്ല. അമ്മ അത് പറഞ്ഞത് ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എഴുതി ഇപ്പം അമ്മ അന്ന് അങ്ങനെ പറഞ്ഞല്ലോ. നമ്മുടെ അപകർഷതയൊന്നും അങ്ങനെ അങ്ങ് ഓടിപ്പോവില്ല. പാളയുടെ മുകളിൽ വള്ളിക്കൊട്ടയിൽ മണൽ ചുമന്ന് ദേഹം മുഴുവൻ നനഞ്ഞ് വെള്ളം ഒഴിച്ച് നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പഠിക്കുന്നവരാരെങ്കിലും അവധിക്കാലാണെങ്കിൽ പോലും അവർ കടയിൽ പോകാനൊക്കെ വരുമ്പോഴേക്കും നമ്മൾ വിളിച്ച് നിൽക്കും. ഈ ചുമണ്ണോണ്ട് തന്നെ വാഴയുടെ മറവിൽ ഞാൻ പോയി നിന്നിട്ടുണ്ട്. തെങ്ങിൻ്റെ വലിപ്പം എന്നിലും കൂടുതലായതുകൊണ്ട് അതായിരിക്കും കൂടുതൽ നല്ല ഓർത്ത് നിന്നിട്ടുണ്ട്. അമ്മ അത് പറഞ്ഞതുകൊണ്ടും പിറ്റേ ദിവസം എൻ്റെ കോംപ്ലക്സ് ഒന്നും പോയിരുന്നില്ല. ഇപ്പം എനിക്ക് വേണേൽ പറയാം, അമ്മ അത് പറഞ്ഞപ്പോഴേക്കും ഞാൻ ബുദ്ധനെ പോലെ ഇല്യൂമിനേറ്റഡ് ആയിരുന്നു. ഇല്ല, അമ്മയ്ക്കത് പറയാവുന്നേ, അമ്മയ്ക്കൊരു കുഴപ്പമില്ല. അമ്മയുടെ ലെവലിലേക്കൊന്നും ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല. PhDകളൊക്കെ ഉണ്ടാവും. PhD ഒരു വ്യക്തിയെ അറിവിൻ്റെ നിറകുടവോ ബോധ്യങ്ങളുടെ താഴ്വരയൊന്നും ആക്കി തീർക്കുന്നില്ല. അതൊക്കെ സർട്ടിഫിക്കറ്റുകളാണ്. യഥാർത്ഥത്തിൽ നല്ല കോംപ്ലക്സോട് കൂടി തന്നെയാണ് ജീവിച്ചത്. ഈ ഇച്ചിരി മുമ്പ് ചോദിച്ച ചോദ്യമില്ലേ, ഈ കൗമാരത്തിൻ്റെ ഗ്രഹണങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടായിരിക്കുന്നു? ഇതുണ്ട്. മേരിക്ക് പറയാം, നമ്മൾ എന്ത് ജോലി ചെയ്താലും ആരുടെ ഒന്നും കക്കാൻ പോകാതിരുന്നാൽ മതി, അതിൽ അഭിമാനിക്കുകയേണ്ടത്. ആര് കാണുന്നു നോക്കുന്നു എന്ന്, അതൊക്കെ ഒത്തിരി കഷ്ടപ്പാടുള്ളൊരു പ്രോസസ്സാണ്. എനിക്ക് നല്ല കോംപ്ലക്സ് ആയിരുന്നു അന്നേരമൊക്കെ. എൻ്റെ പല്ലിനെക്കുറിച്ച് എനിക്ക് കോംപ്ലക്സ് ഉണ്ടായിരുന്നു, എൻ്റെ നിറത്തെക്കുറിച്ച് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. കാരണം ഈ കഞ്ഞി കുടിക്കാതിരിക്കും, വെളുപ്പ് കറുപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ദൈവങ്ങൾ പോലും വളരെ വെളുത്തതാണ്. കാരണം യേശു ക്രിസ്തു ഒക്കെ നീലക്കണ്ണുകൾ, നല്ല വെളുത്ത് യൂറോപ്യനൈസ് ഡെൻമാർക്കിൽ നിന്ന് വന്ന പോലെ. അതിപ്പോൾ കൃഷ്ണൻ പോലും വെളുക്കുന്നുണ്ട്. ഇപ്പോൾ പല ചിത്രങ്ങളിലും സോഷ്യൽ മീഡിയയിൽ നല്ല തൊടുത്തു വരുന്ന കൃഷ്ണനുണ്ട്. സരസ്വതി ദേവിയെയോ കന്യാമറിയത്തെയോ കണ്ടിട്ടുണ്ട്, അവർ ഡെൻമാർക്കിൽ നിന്ന് വന്ന പോലെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ദൈവങ്ങൾ പോലും, കാരണം ഈ ദൈവത്തിനും മതത്തിനും ഒക്കെ വലിയ പ്രാധാന്യമുണ്ട് നമ്മുടെ സമൂഹത്തിൽ. കാരണം എൻ്റെ കൂട്ടത്തിൽ ഫ്രഞ്ചുകാർ അക്കാഡമിക്സൊക്കെ ഇവിടെ എന്തെങ്കിലും പാർട്ട്ണർഷിപ്പിനൊക്കെ വരുമ്പോൾ അവർ എൻ്റെ ഇവിടെയുള്ള ആളുകൾ പേര് ചോദിച്ചാൽ പിന്നെ ചോദിക്കുന്ന ഏത് മതമാണെന്നാണ്. അപ്പോൾ അതില്ല, അതൊക്കെ പോയി, അത് ന്യൂ ജനറേഷനിലും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നമുക്ക് ഈ കോംപ്ലക്സുകൾ എല്ലാ തലത്തിലും ഉണ്ട്. നമ്മളുടെ നിറത്തെക്കുറിച്ചുണ്ട്. ഈ നിറമൊക്കെ എന്ന് പറയുന്നത് കറുപ്പായി കഴിഞ്ഞാൽ അതിന് അഴകില്ലെന്നാണ്. അങ്ങനെ ആകുമ്പോൾ ആഫ്രിക്കയിൽ മൊത്തം സുന്ദരികളും സുന്ദരന്മാരും അല്ലാത്തവരാണ്. യൂറോപ്പിലുള്ള വിരൂപരായിട്ടുള്ളവർ പോലും മിസ് വേൾഡും മിസ്റ്റർ വേൾഡും ഒക്കെ ആയിട്ട് നമ്മൾ പരിഗണിക്കും. അപ്പോൾ യഥാർത്ഥത്തിൽ നിറത്തെക്കുറിച്ച് കോംപ്ലക്സ് ഉണ്ടായിരുന്നു. ഈ വെളുപ്പൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് തൊലിയൊക്കെ വികസിക്കുമ്പോൾ വെളുപ്പ് കൂടും, കാരണം ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ. അതിനു മുമ്പ് ഇത് വണ്ണം കുറയുമ്പോൾ അതിനനുസരിച്ച് ഇരുളിമ കൂടി വരുന്നു. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് കോംപ്ലക്സ് ഉണ്ട്. പല്ല് പൊങ്ങിയിരിക്കുന്നതിനെക്കുറിച്ച് കോംപ്ലക്സ് ഉണ്ട്. കുണ്ടികീറി നിക്കറിനെക്കുറിച്ചുള്ള കോംപ്ലക്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ പറയാം, പാകിസ്ഥാൻ അവനെ വെടിവെച്ചു എന്നൊക്കെയല്ലേ പുറകിൽ നിന്ന് പറയുക. ഇനി ഇരിക്കുമ്പോൾ ഫ്രണ്ട് വശം കീറിയിട്ടുണ്ടാവും നിക്കറ്, ഇന്ന് ആ പോസ്റ്റ് ഓഫീസ് അടഞ്ഞിട്ടില്ല. അതൊക്കെ കേൾക്കുന്ന നമ്മൾ ചോദിക്കും, അതൊക്കെ തമാശല്ലേ? അതൊന്നും ഒരു കുട്ടിക്ക് അതൊന്നും തമാശ അല്ല, ഇല്ലായ്മയിലുള്ളവന് തമാശ. ഈ തലത്തിലുള്ള എല്ലാ കോംപ്ലക്സുകളോടും വളർന്നു വന്ന ഒരു സാധാരണ കുട്ടിയാണ് ഞാൻ. അതോടൊപ്പം തന്നെ കളിക്കളങ്ങളും ഇതൊക്കെ ഇച്ചിരി ദൂരെയായിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ ബ്രേക്കിലൊക്കെ എപ്പോഴേലുമൊക്കെ പോയി കളിച്ചിട്ടുണ്ട്, അത് മതി. പക്ഷേ ഈ കുട്ടികൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും വില്ലന്മാരൊന്നും ആയിരുന്നില്ലെന്നേ. കാരണം എല്ലാ കുട്ടികളും രാക്ഷസന്മാരല്ല. ഈ നമ്മൾ ഈ കൗമാരത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും കുറേ കുട്ടികൾ രാക്ഷസന്മാരായി മാറും, കുറേ മാലാഖമാരും. അത് രണ്ടും എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നെ അവഹേളിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജനറലൈസേഷന്. നന്നായി ചേർന്ന് നിന്നവരുണ്ടായിരുന്നു. ഈ ചില കുട്ടികൾ ഭയങ്കര മാലാഖമാരാണ്. ഈ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, 3 പഠിക്കും, 3 ഓണപ്പരീക്ഷ കഴിഞ്ഞാണ് അനാഥശാലയിൽ പോകുന്നത്. ആ സമയത്തൊരു ബിജു, ഉദാഹരണത്തിന്, അവൻ്റെ വീട്ടിൽ നിന്ന് ചോറ് കൊണ്ടുവരും, എനിക്കില്ല. അപ്പോൾ അന്നേരം ഈ പയറ് ഇങ്ങനെ മുറിച്ചിട്ട് മെഴുക്ക് പുരട്ടി, അത് തന്നെ മെഴുക്ക് പുരട്ടി വെക്കുന്നത്, അവൻ്റെ ചോറൊന്നും അവൻ എനിക്ക് തരത്തില്ല. എന്നിട്ട് പറയുന്നത്, ഈ ഭാഗത്തു നിന്നുള്ളത് നീ വേണേ കഴിച്ചോളാൻ. അത് ഇപ്പോൾ പുസ്തകം എഴുതിയ കാലത്ത് അത് ഓർക്കുന്നില്ല, പിന്നീട് വന്നതാണ്. അപ്പോൾ അതൊക്കെ നല്ല ഓർമ്മകളല്ലേ. അപ്പോൾ എല്ലാവരും മോശമാണ്, എല്ലാ കുട്ടികളും നമ്മളെ തന്തയില്ല, എല്ലാവരും എന്നെ തന്തയില്ലാത്തവനൊന്നും വിളിച്ചപ്പോൾ കേടിച്ചിട്ടില്ല. നമ്മളോട് ചേർന്ന് നിന്നവരുണ്ട്. എല്ലാ വൈദികരും മോശമായിരുന്നില്ല, ചേർന്ന് നിന്നവരുണ്ട്. കൂടുതൽ നല്ല മനുഷ്യരാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമുക്കൊരു ആത്മകഥ എഴുതിയിട്ട് കഴിഞ്ഞ എൻ്റെ 50 വർഷക്കാലം ഞാൻ കണ്ട സഭയിലുള്ളവർ മുഴുവൻ മോശമായിരുന്നു, അവർ മുഴുവൻ തീവ്രവാദികളായിരുന്നു, അങ്ങനെയാണെങ്കിൽ നമുക്കെന്തോ കുഴപ്പമുണ്ട്?
നമ്മൾ ഒരു നല്ലവരെയും കണ്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ വിചിന്തനം ചെയ്യേണ്ടത് എന്താണ് പറ്റിയതെന്ന്. ഒത്തിരി നല്ല മനുഷ്യരെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഈവൻ മെത്രാൻ്റെ കാര്യം പറഞ്ഞതുപോലും അദ്ദേഹം ഒരു കാലഘട്ടത്തിൻ്റെ സൃഷ്ടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ 1000 രൂപ എന്ന് പറയുമ്പോൾ നമ്മളൊരു 100ൻ്റെ 10 നോട്ട് എടുത്ത് കൊടുത്ത് വെച്ച് പോയി കൂലിപ്പണി. നമ്മളതിൻ്റെ മറ്റൊരു തലവും കൂടി കാണണം. ഈ 1000 രൂപ 1994 1000 രൂപ ഒരു 10-30,000 രൂപയെങ്കിലും ഇപ്പോൾ വരികയല്ലേ. അപ്പോൾ ഒരു നല്ല തുകയാണ് പുള്ളി എനിക്ക് തന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലെ സാഹചര്യമൊക്കെ അറിയാവുന്നതുകൊണ്ട്, മേരിക്ക് കുറേ പണിക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ആ കൂട്ടത്തിൽ ജോലി ചെയ്താൽ ഒരു 10-40 രൂപ വെച്ച് ദിവസവും കൂടെ വീട്ടിൽ കിട്ടിയാൽ ഈ പെണ്ണുങ്ങളെ കെട്ടിച്ച് വിടണ്ടേ. കെട്ടിച്ച് വിടുമ്പോൾ സ്വർണം കൊടുക്കണം, സ്ത്രീധനം കൊടുക്കണം, ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയും ചിന്തിച്ചതാകാം. നമ്മളല്ലാത്ത ഒരു കാര്യവും നമുക്കാകാൻ പറ്റില്ല. അഭിലാഷ് ഈസ് ദ റിസൾട്ടൻ്റ് ഔട്ട്കം ഓഫ് എ സോഷ്യൽ കൺസ്ട്രക്ഷൻ. നമ്മളുടെ കുടുംബവും നമ്മുടെ സമൂഹവും നമ്മുടെ മതങ്ങളും നമ്മുടെ രാഷ്ട്രീയ സിദ്ധാന്തങ്ങളും എല്ലാം കൂടെ രൂപീകരിക്കുന്ന ഒരാളാണ് ഒരു വ്യക്തി. അല്ലെങ്കിൽ പിന്നെ ഒരു കുടുംബത്തിലുള്ളവരെല്ലാം ഒരുപോലെ ഇരിക്കണ്ടേ, എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പോൾ നമ്മളുടെ അനുഭവങ്ങൾ ആ പിതാവ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൻ്റെയും അനുഭവങ്ങളുടെയും സൃഷ്ടിയാണ്. അദ്ദേഹം യേശുവിനെ കാണുന്ന പോലെ അല്ല ഞാൻ കാണുന്നതെന്ന് മാത്രം. ഞാൻ യേശുവിനെ കാണുന്നത് പോലെ അദ്ദേഹം പ്രവർത്തിക്കാത്തതുകൊണ്ട് അദ്ദേഹത്തിൽ ഞാൻ കണ്ടത്, ഞാൻ എഴുതിയതുപോലെ ഒരു അപരിഷ്കൃതനായ മാടമ്പിയാണ്. കാരണം യേശു പടവെട്ടിയത് മാടമ്പികളോടായിരുന്നു. അപ്പോൾ എനിക്ക് കാണേണ്ടത് ഏത് മതത്തിൻ്റേതാണെങ്കിലും ആത്മീയമായിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റിൽ ലീഡർഷിപ്പ് കൊടുക്കുന്ന ആളാണെങ്കിൽ ഹീ ഓർ ഷീ ഹാസ് ടു ബി ആൻ ഐഡിയൽ ഹ്യൂമൻ ബീങ്. അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഓരോ നിമിഷവും ഓരോ ചുവടുവയ്പ്പും ഒരു നല്ല മനുഷ്യനായി തീരാൻ പ്രയത്നിക്കുന്ന ആളല്ല ആത്മീയതയുടെ ലോകത്ത് നേതൃത്വം കൊടുക്കുന്നതെങ്കിൽ അവരെ പരിപാടി നിർത്തിപ്പോകണം. ഇപ്പോൾ എഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ജോസി വാഗമറ്റവും മാത്യു മറ്റോ ഒക്കെയാണ് ആദ്യം വായിച്ചിട്ടുള്ളത്. ഞാനും അങ്ങനെയാണ് കേട്ടോ. ജോസി വാഗമറ്റത്തിൻ്റെ ലോറി തെരുവൊക്കെ ആയിരിക്കും ഞാൻ ആദ്യം വായിച്ചിട്ടുള്ള നോവൽ. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണല്ലോ 2 നോവൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എഴുതിയത്. അതിൻ്റെ കഥ ഓർമ്മയുണ്ടോ? ഞാൻ ആദ്യം വായിച്ചത് മാത്യുമറ്റത്തിൻ്റെ ആലിപ്പഴമാണ്. എനിക്ക് തോന്നുന്നു ജോസാന്ന് തോന്നുന്നു അതിനകത്ത് നായകൻ. ഒരു പെൺകുട്ടി മഴ നനയുന്നു. അല്ല, എഴുതിയ പുസ്തകത്തിൻ്റെ നോവൽ. അപ്പോൾ ആ ഒരു മോഡലിലൊക്കെ എഴുതിയതിൽ ഒരു 3 സ്ത്രീകളുടെ കഥയായിരുന്നു ഒരു നോവല്. അംബാലിക അങ്ങനെ എന്തൊക്കെയായിരുന്നു പേര്. അപ്പോൾ അതിനകത്തെ മെയിൻ സ്ഥലം കമ്പളികണ്ടത്തെ ദേവീക്ഷേത്രമായിരുന്നു. അവിടെ പോകുന്നതും അവിടെ ജീവിക്കുന്നതും അവിടെ നമ്മൾ കണ്ട മനുഷ്യരും ഒക്കെ വെച്ചാണ്. രണ്ടാമത്തെ നോവല് അവിടെ ജീപ്പ് ഓടിക്കുന്ന ഒരാളുടെ കഥയായിരുന്നു. കാരണം ജീപ്പ് ഓടിക്കുന്നതൊക്കെ അന്നത്തെ ഭയങ്കര സംഭവമാണ്. കാരണം ആ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരു 4-5 ജീപ്പുകളൊക്കെ കമ്പളി കണ്ടത്തുള്ളൂ. അവർ ഭയങ്കര സംഭവമായിട്ട് എല്ലാവരും കാണുന്നത്. നമ്മളൊക്കെ ഇങ്ങ് വന്നു കഴിയുമ്പോഴേക്കും അവർ നമ്മളോട് പറയും, എന്നാടാ ഇറക്കാം മാറിയുന്നേ, ഇത് വണ്ടിയാണെന്ന് അറിയത്തില്ലേ. അപ്പോൾ നമ്മൾ വണ്ടിയിലൊന്ന് കയറാനൊക്കെ ഒന്ന് കയറ്റാവോ ചേട്ടാ എന്നൊക്കെ ചോദിച്ച് കയറിയിരിക്കുമ്പോൾ കാല് എടുത്ത് ഇപ്പുറത്തേക്കിട്ടേ. അപ്പോൾ നമ്മളന്നേരത്തെ ഒരു ഡ്രൈവറാകണം എന്നാണ് നമ്മളന്നേരം ആഗ്രഹിക്കുക. അപ്പോൾ ആ ആളെയൊക്കെ ഐഡിയലൈസ് ചെയ്താണ് ഈ 90-ൽ ഈ പറഞ്ഞ 2 നോവലും എഴുതി. പക്ഷെ അതൊക്കെ വികസിപ്പിച്ചൊക്കെ അന്ന് MC വർഗീസ് സാർ പറഞ്ഞ പോലെ മോനൊന്നുകൂടെ പോയി എഴുതിയിട്ട് വരൂ. പക്ഷേ MC വർഗീസ് സാർ നിരുത്സാഹപ്പെടുത്തിയില്ല. ഇല്ല, നല്ല വടയൊക്കെ തന്നായിരുന്നു, ചായയും. പക്ഷെ പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് വെച്ച് ഞാൻ ഇദ്ദേഹം ആരാണെന്ന് കണ്ടെത്തുക ചെയ്ത്. പിന്നീട് അന്ന് അവരുടെ മെയിൻ ആളാന്നാണ് പറഞ്ഞത്, എഡിറ്ററാണ്. അപ്പോൾ അദ്ദേഹം എന്നെ പ്രോത്സാഹിപ്പിക്കുക, നല്ല കരുതലുള്ളൊരു മനുഷ്യനായിരുന്നു. എനിക്ക് ഓർത്തിരിക്കുന്ന കൂടുതലും ആ ഒരു വാചകം, മോനൊന്നുകൂടെ പോയി എഴുതിയിട്ട് വരൂ. പിന്നെ ആ ചായയും. പിന്നെ അത് കഴിഞ്ഞ് ദീർഘകാല ജീവിതം ഉണ്ടായിരുന്നല്ലോ. അതിനുശേഷം 2023 മാത്രമാണ് എഴുത്ത് തുടങ്ങിയത്. ഇതിനിടയിൽ ഒരു എഴുത്തുകാരൻ്റെ സ്പർശം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എഴുതണമെന്ന്? ഉണ്ട്. എഴുത്ത് പൂർണ്ണമായിട്ട് നിർത്തിയിരുന്നില്ല. ഞാൻ ഇടയ്ക്കൊക്കെ എഴുതുമായിരുന്നു. ഞാൻ 2004 വിവാഹം കഴിക്കുന്നത്. ആ സമയത്ത് എനിക്കിഷ്ടമാണ് എഴുത്ത് എന്ന് ഞാൻ ആഷയെ പരിചയപ്പെട്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവളെന്നോട് പറഞ്ഞു ഇതൊന്ന് കാണിക്കണം. അന്ന് poetry.com എന്ന് പറഞ്ഞൊരു ഇൻ്റർനാഷണൽ സൈറ്റിൽ എൻ്റെ ഒരു 5-8 കവിതകളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും തൊപ്പിയിട്ട് കാണുന്നില്ല. അപ്പോൾ അതൊക്കെ വായിച്ചിട്ട് അവൾ പറഞ്ഞു, കടിച്ചാൽ പൊട്ടാത്ത ഇംഗ്ലീഷിലൊക്കെ എഴുതി. അപ്പോൾ അന്നത്തെ എഴുത്തിൻ്റെ ലോകം എന്ന് പറയുന്നത് നമ്മുടെ പാണ്ഡിത്യമൊക്കെ നന്നായിട്ട് കാണിച്ച് നല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ടെങ്കിൽ എടുത്ത് പള്ളകളയും. കാരണം എനിക്ക് അങ്ങനെയുള്ള എഴുത്തുകളൊന്നും വായിക്കുന്ന ഇഷ്ടമില്ല. പിന്നെ വല്ലപ്പോഴും ഒക്കെ കുറിപ്പുകൾ എഴുതി. എനിക്ക് തോന്നുന്നു 2018 തോന്നുന്നു 17
ഞാൻ എൻ്റെ ഭാര്യയെക്കുറിച്ചൊരു കുറിപ്പെഴുതി ഫേസ്ബുക്കിലിട്ടിരുന്നു. അപ്പോൾ ആരാണ്ട് എന്നോട് പറഞ്ഞു എഴുതി തുടങ്ങുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന്. അത് ഇന്നലെ ഈ മാതൃഭൂമി ബുക്സ് കാക്കനാടത്തെ അവരുടെ ഗ്രൂപ്പിലുള്ള ഒരാൾ എനിക്കൊരു മെസ്സേജ് തന്നു. ഞാൻ ബാബുവിനെ നോട്ട് ചെയ്യാൻ തുടങ്ങിയത് 2017 ബാബുവിൻ്റെ ഭാര്യയെക്കുറിച്ച് ബർത്ത്ഡേക്ക് എഴുതിയൊരു കുറിപ്പ് കണ്ടാണ്. അന്ന് ഞാൻ മെസ്സഞ്ചറിലൊരു മെസ്സേജ് വിട്ടായിരുന്നു എഴുതി തുടങ്ങണമെന്ന്. ആ മെസ്സേജ് ഞാൻ ഇന്നലെയാണ് കണ്ടെത്തിയത്. അപ്പോൾ എഴുത്തിങ്ങനെ വല്ലപ്പോഴും എഴുതുക എന്നുള്ളത് ശരിക്കും എൻ്റെ സ്വപ്നമായിരുന്നു. അപ്പോൾ എഴുത്തിനന്ന് പോയിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ജീവിതം, അപ്പൻ മടങ്ങി വന്നു, അപ്പൻ്റെ ജീവിതം, പെങ്ങന്മാരുടെ ജീവിതം ഒക്കെ ഒരു വശമാകുന്നു. പിന്നെ വലിയ സംഭവം എഴുത്തുകാരുള്ളൊരു കാലഘട്ടം അത്. അന്നേരം ഞാൻ എഴുതാൻ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വിജയിക്കില്ല. അന്നത്തെ ടെൻഡൻസിയൊക്കെ വേറെയാണ്. അപ്പോൾ ഞാനൊരു അവശ്യ കലാകാരനായിത്തീരും. അപ്പോൾ എനിക്ക് യാതൊരു സാധ്യതയില്ല. പിന്നെ നമ്മളെപ്പോഴും കാണേണ്ടത്, ഇപ്പോഴത്തെ ജനറേഷനിൽ അത് പറ്റുമെന്നറിയില്ല, മറ്റുള്ളവരുടെ ജീവിതം നമ്മളുടെ ജീവിതവുമായി, അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക് നമ്മുടെ ജീവിതമായിട്ട് ഒത്തിരി കെട്ടുപിണഞ്ഞ് കിടക്കുന്നതാണെങ്കിൽ നമ്മളുടെ സ്വപ്നങ്ങൾക്കും നമ്മൾ നിർവചിക്കുന്ന രീതികൾക്കും വ്യത്യാസമുണ്ട്. അല്ല, അന്ന് അമ്മ കോളേജിൻ്റെ സ്റ്റാഫ് റൂമിൽ വെച്ച് പറഞ്ഞല്ലോ, ഞാനും എൻ്റെ പിള്ളേരും നിന്നെ ഓർത്താണ് ജീവിക്കുന്നതെന്ന്. അന്ന് എഴുതാൻ പോയിരുന്നെങ്കിൽ അവരുടെ ജീവിതം അതല്ലേ, അവരുടെ ജീവിതം എങ്ങും എത്താതെ വന്നേനെ. അപ്പം നമ്മൾ ഈ എഴുത്ത് എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ ഒത്തിരി വലിയ എഴുത്തുകാരുള്ളൊരു സമയമാണ്. അപ്പം നമ്മളിനി ഞാനന്ന് എഴുതാനൊക്കെ പോയാൽ വിജയ സാധ്യതകളൊക്കെ വളരെ കുറവായിരുന്നു. പിന്നെ എഴുത്ത് എന്ന് പറയുന്നൊരു ഞാണിന്മേൽ കളിയാണ്. വിജയിച്ചാൽ വിജയിച്ചു, ഇല്ലില്ല. അപ്പോൾ നമ്മൾ പറയും അന്നത്തെ കാലത്ത് ഒത്തിരി വായനക്കാരുണ്ടായിരുന്നു. അത് ഇപ്പോഴത്തെ വലിയ സീനിയറായിട്ടുള്ള എഴുത്തുകാരും വലിയ താത്വികരാണെന്ന് പറയുന്ന എഴുത്തുകാരും ഒക്കെ പറയുന്നതാണ്. ഇപ്പോഴത്തെ ജനറേഷനിൽ വായനയൊന്നുമില്ല. അതൊക്കെ വെറുതെ നുണ പറയുന്ന. ഒന്നാമത്തെ കാര്യം, ഞാൻ പാവനാത്മാ കോളേജിൽ പഠിക്കുന്ന 92-94 കാലഘട്ടത്തിൽ ഒരു ടെമ്പററി ഷെഡിലാണ് അവിടുത്തെ ലൈബ്രറി. ആ ലൈബ്രറിയിൽ ഞാൻ 1-2 ആളുകളിൽ കൂടുതൽ, സ്റ്റുഡൻസിനെ കൂടുതൽ, ഞാൻ അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആളായിരുന്നു, കണ്ടിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ വലിയ വായനക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ കാലത്തും ഒരു 10% ആളുകളാണ് വായനയൊക്കെ ഇഷ്ടപ്പെടുന്നത്. അതിപ്പോഴും ഉണ്ട്. പുതിയ പിള്ളേർ എനിക്ക് തോന്നുന്നു ഒരു 12-15% വരെ വായനയൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അന്ന് എഴുത്തിലേക്ക് പോകാതിരുന്നത് നമ്മളുടെ ജീവിതവും മറ്റ് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മുടെ കുടുംബത്തിലുള്ളവരുടെയും ജീവിതവുമായിട്ട് ഒത്തിരി കെട്ടുപിണഞ്ഞ് കിടക്കുന്നുണ്ടെങ്കിൽ, അപ്പം നമ്മളുടെ സ്വപ്നങ്ങളെ നമ്മൾ നിർവചിക്കുന്നതും ഫോളോ ചെയ്യുന്നതും അവരെ കൂടി പരിഗണിച്ചിട്ടായിരിക്കണം. അങ്ങനെ ചെയ്യുമ്പം എഴുത്തിൻ്റെ ലോകത്തിലേക്ക് പോകാനായിട്ട് ഞാൻ പോയാൽ ഒരവശ്യ കലാകാരനായിത്തീരുന്ന ഞാൻ എന്തായിത്തീരും? ഞാൻ മാത്രം പരാജയപ്പെടാമെന്നുള്ളതല്ല, എന്നെ ആശ്രയിച്ചുള്ള എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങളും എല്ലാം ഒരു സാധ്യതകളെല്ലാം അടഞ്ഞവരായിത്തീരും. അതുകൊണ്ട് എഴുത്തിന് ഞാനൊരു കർട്ടനങ്ങ് കിട്ടും. ഇപ്പോൾ എന്തായാലും എഴുതാൻ പറ്റിയ സാഹചര്യമാണ് വ്യക്തിപരമായും. ഇപ്പോൾ ഈ പുസ്തകം ഇറങ്ങി ഒരുപാട് ചർച്ചയായി കേരള സമൂഹത്തിൽ. ഏറ്റവും സ്പർശിച്ച ഫീഡ്ബാക്കുകൾ എന്തൊക്കെയാണ്? ഒരുപാടുണ്ട്. 21 ആഴ്ചയായി പുസ്തകം ഇറങ്ങിയിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 600-ലേറെ റിവ്യൂസ് വന്നിട്ടുണ്ട്. ഒരു 200-ലേറെ റീൽസ് പിള്ളേർ സെറ്റുകളുടെ വന്നിട്ടുണ്ട്. അവരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഇതിനകത്ത് എല്ലാവർക്കും ഒന്നും നന്ദി പറയാനൊന്നും എനിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് മെസ്സേജൊക്കെ വിടുന്നവർക്ക് കുറേ പേർക്കെല്ലാം ഞാൻ മറുപടി വിടാറുണ്ട്. ഏറ്റവും സ്പർശിച്ച 1-2 കാര്യങ്ങളുണ്ട്. കർണാടകത്തിലുള്ള ഒരു PUC കോളേജിൻ്റെ പ്രിൻസിപ്പൾ, അദ്ദേഹം എനിക്കൊരു മെയിൽ അയച്ചു. അന്ന് ഞാൻ മെയിൽ നോക്കുന്ന ദിവസമായതുകൊണ്ട് അത് നല്ലതുമായി. അദ്ദേഹം എനിക്ക് എഴുതി, എനിക്ക് 47 വയസ്സുണ്ട്. ഞാൻ 21ാമത്തെ വയസ്സിൽ ഒരു മുസ്ലിം സ്ത്രീയുടെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയതാണ്. ഇദ്ദേഹം ഒരു നമ്പൂതിരിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പടിയടച്ച് പിണ്ടം വെച്ചു. ഇപ്പോൾ അവർക്ക് 2 കുട്ടികളുണ്ട്, പ്രായപൂർത്തിയായവർ. അപ്പോൾ ആ ഭാര്യയുടെ വീടിൻ്റെ അടുത്തുനിന്ന് കുറച്ച് മാറിയൊരു സ്ഥലത്ത് അവരിപ്പോൾ സ്ഥലം മേടിച്ച് കേരളത്തിൽ ആ വീട് പണിയാനായിട്ട് ആ ഭാര്യയെ ആക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാനായിട്ട് ഒരു ഓട്ടോ അറേഞ്ച് ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ ആ ഓട്ടോക്കാരൻ്റെ കൂട്ടത്തിൽ ഒളിച്ചോടിപ്പോയി. പ്രണയം എപ്പോഴും സാധ്യമാണല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ എനിക്ക് അയച്ച മെസ്സേജ് ഇങ്ങനെയാണ്: എൻ്റെ ജീവിതം ഇങ്ങനെയായി. ഇത്രയും ഡീറ്റെയിൽ ഇല്ലായിരുന്നു. ഞാനതുകൊണ്ട് ഇന്ന് ലാബിൽ വന്നതായിരുന്നു. ടെക്നീഷ്യനെ പറഞ്ഞു വിട്ടു, ഇന്ന് ശനിയാഴ്ചയല്ലേ. എന്നിട്ട് ഏതോ കെമിക്കൽസിൻ്റെ പേര് പറഞ്ഞിട്ട് അത് കഴിച്ച് അതെടുത്തോണ്ട് പോയി കഴിക്കാനായിട്ടാണ് ഞാൻ ലാബിലിരിക്കുന്നത്. അപ്പോൾ 11 മണിക്ക് ഒരു ഡെലിവറി ഉണ്ട്.
ഏതോ പ്രോഡക്റ്റ്, രാസവസ്തുക്കൾ. അതിനായിട്ട് ഇത് പൊട്ടിച്ചതാണ്. അപ്പോൾ അത് ഒറിജിനൽ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ഈ ലാബ് ടെക്നീഷ്യൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം പോയപ്പോൾ കൊണ്ടുപോയില്ല, അവിടെ വെച്ചിരുന്നു. ഈ 11 മണിക്ക് ഇത് വന്ന് ഈ രാസവസ്തു കഴിച്ച് മരിക്കാനുള്ള സാധനം വരാനിരിക്കുന്നത് അദ്ദേഹത്തിന് ഉപയോഗിക്കണം. അപ്പോൾ ഉപയോഗിക്കാൻ കാത്തിരുന്നപ്പോൾ വെറുതെ ടൈം പാസിന് വേണ്ടി എടുത്ത് വായിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറയാണ്, അങ്ങനെ ഞാൻ മരിക്കണ്ട എന്ന് തീരുമാനിച്ചു. കാരണം എനിക്ക് എൻ്റെ പിള്ളേരില്ല, എൻ്റെ പിള്ളേരെന്നെ വിട്ടു പോയിട്ടില്ലല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നമ്പരും വെച്ചിട്ടുണ്ട്, വിളിക്കാനിട്ട് പറഞ്ഞിട്ടുമില്ല. എനിക്കന്നേരം ഒരു പേടി, ഇനി ഈ മനുഷ്യൻ മാറ്റി ചിന്തിക്കുമോ അന്നേരം. അപ്പോൾ എൻ്റെ ഭാര്യ ഇത് കേട്ടിട്ട് പറഞ്ഞു, ഇപ്പോൾ ചേഞ്ച് ആയല്ലോ. അന്നേരം നമുക്കിപ്പോൾ വാട്സപ്പിൽ വിളിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് പിന്നെ ഈ ഇരുണ്ട ഒരു മാനസികാവസ്ഥയിലൂടെ പോകുന്നത് ചിലപ്പോൾ ഒരു റിപ്പീറ്റഡ് സൈക്കിളാകാം. അപ്പോൾ എനിക്കൊരു പേടി, ഇനി ആ മനുഷ്യൻ, എനിക്കറിയത്തില്ലാത്തതാണെങ്കിൽ ആ മനുഷ്യൻ എന്തെങ്കിലും ചെയ്താൽ അത് എനിക്കൊരു വേദനയാവുമല്ലോ, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അന്നേരവും ഈ ലാബിലിരുന്ന് വായിക്കുക എന്നാണ് പറഞ്ഞത്. ഞാൻ നേരിട്ട് അദ്ദേഹത്തെ വിളിച്ചു. അന്ന് അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇനി ഞാൻ മരിക്കുകയല്ല. ഞാൻ പറഞ്ഞു, സാറൊരു കാര്യം ചെയ്യ്, പുസ്തകം കയ്യിലെടുത്തു, എന്നിട്ട് ആ ഡെലിവറി പിന്നെ ഒരു ദിവസവും ഈ ഡെലിവറി ചെയ്യാൻ വരുന്ന ആൾക്ക് പിന്നെയും ചെയ്യാമല്ലോ, സാർ അവിടെ നിന്ന് പോകും എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി കയറി എന്ന് പറഞ്ഞു. ഞാൻ ആ 14 മിനിറ്റ് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഫോണിൽ നിന്ന് വിട്ടു. അപ്പോൾ പിന്നീട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മരിക്കണ്ട എന്ന് തീരുമാനിക്കാൻ അതിനകത്ത് 3 ചാപ്റ്റർ കണ്ട് വായിച്ചപ്പോഴാണ് മെസ്സേജ് വിട്ടത്. അദ്ദേഹത്തിൻ്റെ ആ മെയില് എനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിട്ടാണ് ഞാൻ തോന്നുന്നത്. കാരണം ഇത് എഴുതിയതിനൊരു അംഗീകാരം എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ ഒരു എഴുത്തിനിരുന്നതിന്. ഇത് 1.5 മാസം ജീവൻ രക്ഷിക്കാൻ കാരണമായത്. ഇപ്പോൾ ഈ വി.ഡി. സതീശൻ സാറ് എനിക്ക് തോന്നുന്നു ജൂലൈ 10 തോന്നുന്നു എന്നെ വിളിക്കുന്നത് ഇത് വായിച്ചിട്ട്. അതിനും ഒരാഴ്ച മുമ്പ് എനിക്കൊരു മെസ്സഞ്ച് അല്ല, എന്താ അതിൻ്റെ പേര്, ഇൻസ്റ്റഗ്രാമിലൊരു മെസ്സേജ് കിടന്നു. ഇത് നോക്കാൻ തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ്. എൻ്റെ പേരിന്നതാണ്, ആ കുട്ടി എന്നെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞ് വാട്സപ്പിൽ മെസ്സേജ്. ഞാൻ പുസ്തകം വായിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു. അപ്പോൾ എന്തിനാണ്, അന്നേരം എനിക്ക് ഒത്തിരി ഇൻസ്റ്റാഗ്രാമിലൊന്നും വലിയ മെസ്സേജൊന്നും വരുന്ന സമയമല്ല. ഇങ്ങനെ റെയറായിട്ടൊരു ആഴ്ചയിൽ 10 കൂടുതലൊന്നുമില്ല, റീലിൻ്റെ ഒന്നും ട്രെൻഡായിട്ടില്ല. ഞാൻ ആ കുട്ടി വിളിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് 19 വയസ്സാകാൻ പോവാണ്. അപ്പോൾ ആ കുട്ടി 19 വയസ്സിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബറിൽ ആഘോഷിക്കുമ്പോൾ അവൻ എൻഫീൽഡ് ഒരെണ്ണം മേടിച്ചു കൊടുക്കണമെന്ന് അച്ഛനോട് പറഞ്ഞു. അപ്പോൾ അച്ഛനും അമ്മയും ഈ പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം റെയിൽവേയിലൊരു മാനേജറാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കമ്പളികണ്ടത്തെ കൽഭരണികൾ എന്ന ഈ പുസ്തകം ഞാനും അമ്മയും വായിച്ചു. നീ ഇത് വായിച്ചിട്ട് ഈ പുസ്തകത്തെക്കുറിച്ച് 1/2 മണിക്കൂർ പറഞ്ഞാൽ അന്നേരം എൻഫീൽഡ് ബുക്ക് ചെയ്തേക്കാം. അപ്പോൾ ആ കുട്ടി എന്നോട്, ഞാൻ ചോദിച്ചു, നിനക്ക് എൻഫീൽഡ് കിട്ടിയോ? അപ്പോൾ പറഞ്ഞു, ഇല്ല, അത് വേറൊരു കഥയാണ് സാറേ എന്ന് പറഞ്ഞു. ഇത് വായിച്ച് തീർന്നിട്ട് അവൻ 2 മണി രാത്രിയിൽ അവൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി 2 പേർക്ക് ഉമ്മ കൊടുത്തു. എന്നിട്ട്, അപ്പോൾ നിനക്കപ്പം എൻഫീൽഡ് അന്നേരം ബുക്ക് ചെയ്തോ? ഇല്ല, എനിക്കിനി എൻഫീൽഡ് വേണ്ട എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. അത് മാത്രമല്ല, എനിക്ക് മാസം തോറും തന്നുകൊണ്ടിരുന്ന പോക്കറ്റ് മണി വേണ്ടെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ കാക്കനാട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ എല്ലാ ശനിയാഴ്ചയും 8 മണിക്കൂർ ജോലി ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നത് ഈ പുസ്തകം എഴുതിയതിന് അർത്ഥമുണ്ട്. അത് 24 പതിപ്പായോ 100 പതിപ്പായോ എന്നതൊക്കെ ഒരു ടെക്നിക്കലായിട്ടുള്ളൊരു ഡീറ്റെയിലാണ്. എത്ര ആളുകൾ വിറ്റു, എത്ര ആഴ്ച ബെസ്റ്റ് സെല്ലറായിരുന്നു, ടോപ്പ് 10 എന്തേലും ഉണ്ടായിരുന്നു, ഓക്കെ, അതെല്ലാം നല്ലതാണ്. ഒരു മനുഷ്യനെന്ന് അതൊന്നും എന്നെ ബാധിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് നേരം, ഐ എം വെരി പ്രൗഡ്. പക്ഷേ എനിക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും നല്ല 2 ഫീഡ്ബാക്കുകൾ ഇതാണ്. ഈ പുസ്തകം വായിച്ചിട്ട് നമ്മൾ എന്തെല്ലാം സാധനങ്ങളാണ് ഈ പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത്. ചിക്കൻ ബിരിയാണി വേണം, ഇനിയില്ല എനിക്ക് എന്നാ ഈ ചിക്കൻ വറുത്ത് ഈ ഗൾഫിലെ പോലെ കൊടുക്കുന്നൊരു സാധനം ഉണ്ടല്ലോ പിള്ളേർക്ക്, അൽഫാം വേണമെന്ന് പറയും. ഇതെല്ലാം ഓർഡർ ചെയ്ത് വരുത്തുന്നു, ഡെലിവറി ഉണ്ട്. ഇതിന് 300 രൂപ ഈ പുസ്തകത്തിന് വില. ഒരു ചിക്കൻ ബിരിയാണിക്ക് ഈ പൈസയൊക്കെ കൊടുക്കണം. എന്നാൽ പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഒരു ചിക്കൻ ബിരിയാണി മേടിച്ച് കൊടുത്ത പോലെ കൂട്ടിയാൽ മതി. ഇതങ്ങ് മേടിച്ച് കൊടുത്തിട്ട് എൻ്റെ ഇതൊന്ന് വായിക്കുക, അവർ ഒറ്റയടിക്ക് വായിക്കുന്നുണ്ട്. അതെല്ലാം വായിച്ചിട്ട് അവർ ആത്മീയ അഭിഷേകം ഉണ്ടായി നാളെ മാനസാന്തരപ്പെടാനോ ആന്തരിക സൗഖ്യം ഉണ്ടാകാനോ എന്നുള്ള സാധനമല്ല ഇത്. അവർക്ക് ചിലപ്പോൾ നിങ്ങൾക്കൊരു ഉമ്മ തരാൻ തോന്നിയാലോ. ഉമ്മയുടെയൊക്കെ വില ഭയങ്കരമാണ്. പക്ഷേ കാർന്നമാർ ഓർക്കുന്നത് ഇവരെല്ലാവരും ഭയങ്കര ഡിഗ്രി എടുക്കണം, വലിയ ജോലി ഉണ്ടാകണം, കുറേ ഫ്ലാറ്റ് വേണം, ഇതെല്ലാമാണ് ചിന്തിക്കുന്നത്. ഇതെല്ലാം ഉണ്ടായിട്ട് ഇവന് ഗുണമില്ലെങ്കിലോ, അല്ല ഇവൾ ഗുണമില്ലല്ലോ. അവർക്ക് ഇനി ഗുണമൊക്കെ ഓരോരുത്തർ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ്. ഇവർക്ക് സന്തോഷമില്ലെങ്കിലോ, എന്നിട്ടൊരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ പോയി ട്രെയിനിൻ്റെ മുമ്പിൽ ചാടാനും
തൂങ്ങി മരിക്കാനും ഒക്കെ പോകുന്ന ഒരവസ്ഥ ഒഴിവാകാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന കാരണന്മാർ ഇത് പിള്ളേർക്ക് മേടിച്ചു കൊടുക്കും. തീർച്ചയായിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ വായനാനുഭവ കുറിപ്പുകളോ അല്ലെങ്കിൽ വായനാനുഭവ ഫീഡ്ബാക്കോ വെച്ച് തന്നെ ഒരു പുസ്തകം എഴുതാനുണ്ട്. ഉണ്ട്. എനിക്ക് പലരും ഈ കുറിപ്പിടുന്നവർ പേഴ്സണലായിട്ട് വേറെ കുറിപ്പ് വിടാറുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, ഇതെനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇടാൻ പറ്റില്ല, എങ്കിലും ഞാൻ സാറിനെ അറിയിക്കുന്നത്. അങ്ങനെ ഇഷ്ടം പോലെയുണ്ട്. ഇപ്പോൾ ജീവിതമാണ് എഴുതിയത്, ഇനി എഴുതാൻ പോകുന്നത് എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് എന്താണ്? മലയാളത്തിലൊരു 2 നോവൽ തീർന്നിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് ഞാൻ ഇതെഴുതുന്നതിന് മുമ്പ് ഇംഗ്ലീഷിലൊരു നോവൽ തീർന്നിട്ടുണ്ട്. ഇതെല്ലാം അനുഭവങ്ങളെ ബേസ് ചെയ്ത എൻ്റെയോ എനിക്കറിയാവുന്നവരോ ആയിട്ടുള്ളതാണ്. ഈ വലിയ ഇമാജിനേഷനൊക്കെ നടത്തി പണ്ഡിതനായിട്ടുള്ള എഴുത്ത് എനിക്കിഷ്ടമില്ല. കാരണം അതൊന്നും വായിക്കാൻ ആർക്കും നേരെയില്ല. ടൈം പാസ് ചെയ്യണം, എന്തെങ്കിലും ഒരു 1-2 ഐഡിയ ആയിട്ട് തീരണം, ഇറങ്ങി അടുത്തതിലേക്ക് പോകണമെന്നല്ല ആഗ്രഹിക്കും. പക്ഷേ അങ്ങനെ ഈ മലയാളത്തിലുള്ള നോവൽ പ്രസിദ്ധീകരിക്കാൻ അതിൽ ഒരെണ്ണം ഏകദേശം എൻ്റെ മനസ്സ് ഞാനൊരു 3 വട്ടം റീറൈറ്റ് ചെയ്തതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിനൊന്നും സമയമൊന്നും ആയിട്ടില്ലെന്നേ. ഒരു പുസ്തകം എഴുതിയ ആൾ എഴുത്തിനെക്കുറിച്ചൊന്നും സംസാരിക്കാറൊന്നും ആയിട്ടില്ല. പിന്നെ ചില എഴുത്തുകാർ പറയുന്ന പോലെ അതിനകത്ത് എന്താണ് സാഹിത്യം എന്ന് ചോദിക്കുന്നുണ്ട്. സാഹിത്യം എന്ന് പറയുന്നത് പോലും കാലാകാലങ്ങളിൽ പുനർനിർവചിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, സാഹിത്യകാരന്മാരെക്കുറിച്ചാണ്. ഇത് സാധാരണ മനുഷ്യരാണ് ഈ പുസ്തകം വായിക്കുന്നത്. വലിയ എഴുത്തുകാരും നിരൂപകരും ഒക്കെ ഇതെന്തെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് മറുപടി പറയണം തോന്നാറുണ്ട്. പക്ഷേ ഞാൻ പറയാറില്ലെങ്കിൽ ഇപ്പോൾ ഇതൊരു അവസരമായതുകൊണ്ട് അങ്ങ് പറയാം. അഭിലാഷിന് സദ്യയല്ലേ കൂടുതൽ ഇഷ്ടം? ആണോ? സദ്യ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് സദ്യ വലിയ ഇഷ്ടമില്ല. പക്ഷേ ഞാൻ കഴിക്കും. എനിക്ക് പക്ഷേ കൂടുതലിഷ്ടം ചോറും മീൻകറിയാണ്. എൻ്റെ ഇളയ മോൾക്ക് കൂടുതലിഷ്ടം പിടി കോഴിയിറച്ചിയാണ്. ഇനി എൻ്റെ രണ്ടാമത്തെ മകൻ തോമായ്ക്ക് കൂടുതലിഷ്ടം ചിക്കൻ ബിരിയാണിയാണ്. എൻ്റെ മൂത്ത മകനാണെങ്കിൽ പോർക്ക് ഫ്രൈയാണ്. ഇതെല്ലാം ഭക്ഷണമല്ലേ? ഇത് ഓരോന്നും കഴിക്കുന്നവർക്ക് അഭിരുചികൾ വ്യത്യസ്തമാണ് എന്ന് കരുതി അത് കഴിക്കുന്നവർക്ക് ഞാൻ കഴിക്കുന്ന ചോറും മീൻകറിയും മാത്രമേ ഈ ലോകത്തിൽ ഭക്ഷണമുള്ളൂ എന്ന് പറയുന്നത് എൻ്റെ ലിമിറ്റേഷനാണ്. സദ്യ ഇഷ്ടമുള്ള അഭിലാഷ് അല്ലെങ്കിൽ ഇനി ചിക്കൻ ബിരിയാണി ഇഷ്ടമുള്ള അഭിലാഷിന് പറയാടോ, ഈ ചോറും മീൻകറിയും കൊള്ളിയല അല്ലെങ്കിൽ ഈ സദ്യ കൊള്ളിയല എന്ന് പറയുന്നത് അത് എല്ലാം ഭക്ഷണമാണ്. സമൃദ്ധിയും അതിലുണ്ട്, രുചിയും അതിലുണ്ട്, കഴിക്കുന്നവന് അഭിരുചിയുമുണ്ട്. പക്ഷേ അത് എന്നിൽ നിന്നും വ്യത്യസ്തമാകാം. നമുക്ക് ഈ എഴുത്തുകാർ കേരളത്തിൽ ചിന്തിക്കേണ്ടത് പോലും ചിലപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്. വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യം നിലനിർത്തുന്നില്ലെങ്കിൽ ഒരു ബന്ധവും ശരിയല്ല. ഞാനും ഭാര്യയൊക്കെ ഇഷ്ടക്കേട് വന്നാൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നും പബ്ലിക്കായിട്ട് വഴക്കുണ്ടാക്കും, ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മലയാളി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് കേട്ടോ കാണിച്ചു തരാം, എന്നാണ്ട് എന്ന് പറഞ്ഞ് നിൽക്കും. ഇറ്റ്സ് യൂസ്ലെസ്. നമ്മൾ ഒച്ചയ്ക്ക് വഴക്കുണ്ടാക്കുന്നേ, അത് ഇൻസൾട്ട് അല്ലല്ലോ. എന്നിട്ട് നമുക്ക് ഒരു കുഴപ്പമില്ല, വേറെ ഒരു പ്രശ്നമില്ലല്ലോ. ആ ഒരു രീതിയിലേക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വളരാനുള്ളൊരു പ്രോസസ്സ് മനുഷ്യൻ. എഴുത്ത് എന്ന് പറയുന്നത് എൻ്റെ എഴുത്ത് സ്വപ്നങ്ങളിൽ പോലും ഞാൻ എഴുതിക്കൊണ്ട് തന്നെ ഇരിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും 3 മണിക്ക് എഴുന്നേറ്റ് 7:30 വരെ എഴുതും എല്ലാ ദിവസവും. ഇപ്പോൾ ഈ യാത്രക്കിടയിലില്ല കേട്ടോ, പക്ഷേ എൻ്റെ നോർമൽ പ്രോസസ്സ് അങ്ങനെയാണ്. എന്ന് കരുതിയത് പുസ്തകമാക്കണോ എന്നൊക്കെ തീരുമാനിക്കണമെങ്കിൽ എനിക്കൊരു സംതൃപ്തി വരണം. 2, എനിക്കൊക്കെ വളരെ ലിമിറ്റഡായിട്ട് 25 വർഷം മലയാളം ഉപയോഗിക്കാതിരുന്ന ഞാൻ എൻ്റെ ഭാര്യയോട് മാത്രം മലയാളത്തിൽ സംസാരിക്കുന്നത്. എൻ്റെ മക്കളോട് ഞാൻ ഫ്രഞ്ച് ഭാഷയിലാണ് സംസാരിക്കുന്നത്. എനിക്ക് ഭാഷയിലെ അറിയാവുന്ന വാക്കുകൾക്ക് വൊക്കാബുലറി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരാളാണ്. ഈ കമ്പിളികണ്ടത്തെ കൽപ്പരണികളിലുള്ള വാക്കുകൾ മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഇനി ഒരു എഴുത്തുകാരി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാബു എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നീ ചെയ്യേണ്ടത് ഒരു നല്ല അംഗീകാരമൊക്കെ കിട്ടണമെങ്കിൽ നീ ആദ്യം ഒരു ചാപ്റ്റർ, കംപ്ലൈൻ്റാണ് ഞാനിതിനെ വ്യത്യാസപ്പെടുത്തുമായിരുന്നു. എങ്ങനെയാണ്? ആദ്യത്തെ ചാപ്റ്റർ എഴുതിയിട്ട് അങ്ങ് പ്രിൻ്റ് എടുക്കും, എന്നിട്ടൊരു പര്യായത്തിൻ്റെ ഡിക്ഷണറിയും എടുക്കും. എന്നിട്ട് അതിനകത്ത് ഓരോ സെൻറ്റൻസിലും 2-3 വാക്കുകൾ, ഇച്ചിരി കോംപ്ലക്സ് ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കും. എന്നിട്ടത് ടൈപ്പ് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാൻ പുള്ളിക്കാരിയോട് പറഞ്ഞു, മാം പക്ഷേ എൻ്റെ പ്രശ്നം അത് ഞാൻ റീടൈപ്പ് ചെയ്ത് ഈ പര്യായമൊക്കെ മാറ്റിയിട്ട് പിന്നെ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകണം ഞാൻ ഡിക്ഷണറി എടുക്കണം.
അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എൻ്റെ വാക്കുകൾക്ക് ലിമിറ്റ് ഉള്ളതുകൊണ്ട് ഉള്ള ചായം വെച്ച് ഞാൻ വരയ്ക്കുന്ന ചിത്രങ്ങളായിരിക്കും എപ്പോഴും എൻ്റെ എഴുത്തുകൾ. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ, നമ്മളെ വായിക്കുന്ന ആളെ നമ്മൾ മുന്നിൽ നമുക്കുണ്ടാവും. അപ്പോൾ ആ ആളുടെ ഉള്ളിലേക്ക് നമ്മളീ പറയുന്നത് ചെല്ലണം. പുസ്തകം വായിച്ചിരിക്കുമ്പോൾ, എന്തെഴുതിയാലും വായിച്ചിരിക്കുമ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ചിത്രം പോലെ പോകാൻ പറ്റിയാലാണ് ഏറ്റവും നല്ലത്. അത് വലിയ സാഹിത്യമാണെന്നുള്ള അവകാശവാദമൊന്നും എനിക്കില്ല. പിന്നെ എഴുത്തെന്ന് പറയുന്നത് സംതൃപ്തി നമുക്ക് വന്നു കഴിയുമ്പം നമ്മളെ തിരുത്തുന്ന ആളുകളെ കണ്ടെത്തണം. അത് എല്ലാവരെയും വേണ്ട. എനിക്കൊരു ടീമുണ്ട്, അവരെല്ലാവരും 60 വയസ്സിൽ കൂടുതലുള്ളവരാണ്. ആ ടീമിലുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് അവർ തിരുത്തിയിട്ട് എന്നോട് പറയുകയാണ് ഇന്നത് ശരിയായിട്ടില്ല. ഈ എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വാക്കുകൾ മാറ്റുകയോ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് തരുകയോ ചെയ്യുകയല്ല. ഇത് കമ്പളികണ്ടത്തെ കൽഭരണികളിലെ 72 പേജുകൾ വെട്ടിമാറ്റിപ്പെട്ടതാണ്, കളഞ്ഞിട്ടുണ്ട്. അത് ഒരു ആദ്യം എൻ്റെ പ്രൂഫ് റീഡറും എൻ്റെ എഡിറ്റർ അഷ്ടമൂർത്തിയും കൂടി ഇരുന്ന് ഒരു 4 ദിവസം 8 മണി രാവിലെ തൊട്ട് വൈകുന്നേരം 12 മണി വരെ ഈ 3 പേര് 10 മിനിറ്റ് വെച്ച് ഉച്ചത്തിൽ വായിച്ച് ബാക്കി 2 പേരിരുന്ന് തിരുത്തി. ആ തിരുത്തൽ കഴിഞ്ഞപ്പോൾ 27 പേജ് പോയി ആ വേർഷൻ വന്നപ്പോൾ. പിന്നെ വേറെ ദേശമംഗല അഷ്ടമൂർത്തിയും ഡോക്ടർ വേണുഗോപാലും അഷ്ടമൂർത്തിയും ഞാനും കൂടി ഇരുന്ന് പിന്നെ ഒരു 4 ദിവസം ഇരുന്ന് ഒന്ന് തിരുത്തി. പിന്നെ ഒരു ഓൺലൈനിൽ ഒരു 4 ദിവസം തിരുത്തി. അതോടുകൂടി നമുക്ക് ഏകദേശം 72 പേജുകൾ മൊത്തത്തിൽ കട്ട് ചെയ്യപ്പെട്ടു. ഇതിലൊന്നും ആരും ആഡ് ചെയ്യുന്നില്ല, പക്ഷേ എടുത്ത് കളയേണ്ടതുണ്ട്. കാരണം നമുക്കെപ്പോഴും കൂടുതലാണ് ഒത്തിരി കാര്യങ്ങൾ. അത് വെട്ടിത്തിരുത്തുന്ന എഡിറ്റിംഗ് എന്ന പരിപാടി മലയാള സാഹിത്യത്തിലില്ല. പക്ഷേ മറ്റെല്ലാ സാഹിത്യത്തിലും എഡിറ്റിംഗ് വളരെ ഒഴിവാക്കാനാവാത്തൊരു കാര്യമാണ്. അത് ചെയ്യണം. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, എഴുതുന്നത് കൊണ്ട് അത് പുസ്തകമാകണമെന്നോ പ്രസിദ്ധീകരിക്കണമെന്നോ ഇല്ല. എഴുത്ത് എന്ന് പറയുന്ന ഒരു സുഖമുള്ള ഏർപ്പാടാണ്. എന്നിട്ട് അത് തീർന്നു കഴിയുമ്പോൾ നമുക്കൊരു സംതൃപ്തി വന്നു കഴിയുമ്പോൾ ഇത് മറ്റുള്ളവർക്ക് കൊടുത്താൽ ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ മാത്രമാണ് പ്രസിദ്ധീകരിക്കുക. പ്രസിദ്ധീകരിക്കാനൊക്കെ സാധ്യതകളുണ്ട്, പക്ഷേ എഴുതി റെഡിയായി കഴിയുമ്പോൾ. നമുക്ക് ഒരു ചോദ്യത്തോടു കൂടി അവസാനിപ്പിക്കാം. വിശപ്പിനെക്കുറിച്ചുള്ള ഒരു പുസ്തകം കൂടിയാണിത്. അപ്പോൾ ആ കാലഘട്ടത്തിൽ കുഞ്ഞാഗസ്തി ചേട്ടൻ്റെ ചേടത്തി ഉണ്ടാക്കി തന്ന ഇറച്ചിക്കറിയുടെ രുചി, അല്ലെങ്കിൽ ബ്രദേഴ്സിലെ ബോണ്ടയുടെ രുചി, അതൊക്കെയായിരുന്നു ഏറ്റവും വലിയ രുചികൾ. അതിനുശേഷം ഫ്രാൻസിലാണ്. ഇപ്പോൾ ഏത് രുചിയും അനുഭവിക്കാനുള്ള സാഹചര്യമുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള രുചികളുടെ ലോകം എങ്ങനെയായിരുന്നു? കുട്ടിക്കാലത്തെ വിശപ്പും അതിന് ശമനമായി വന്ന രുചിയും താരതമ്യം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ രുചികളെക്കുറിച്ചൊന്ന് പറയാമോ? അതിലൊരു അനക്ഡോട്ടൂടുണ്ട്. ഞാൻ എല്ലാ ഭക്ഷണങ്ങളും കഴിക്കും. എല്ലാ രുചികളും ഇഷ്ടമാണ്. അത് ഇറ്റാലിയൻ ആണെങ്കിലും ഫ്രഞ്ച് ഫുഡെന്ന് പറയുന്ന യുനെസ്കോയുടെ കൾച്ചറൽ ഹെറിറ്റേജ് കൂടെയാണ്. അതെല്ലാം നല്ല ഭക്ഷണമാണ്. എൻ്റെ ഭാര്യ ശരിക്കും MSc ബയോകെമിസ്ട്രി ഇവിടുന്ന് റാങ്കോട് കൂടി പാസ്സായ ആളാണ്, കേരളക്കാരിയാണ്. പുള്ളിക്കാരത്തി കുറേ വർഷങ്ങളായിട്ട് ഫ്രഞ്ച് ഫുഡിൻ്റെ ഷെഫ് കുക്കാകണം എന്നുള്ള സ്വപ്നം മനസ്സിലിട്ട് ആലോചിച്ച് 2 വർഷം മുമ്പ് 1 വർഷത്തെ കോഴ്സ് ചെയ്ത് ഡിഗ്രിയൊക്കെ കിട്ടി. ആളിപ്പോൾ ഒരു ഷെഫ് കുക്കാണ്. അവൾ ഒത്തിരി ഭക്ഷണങ്ങൾ, ഫ്രഞ്ച് ഭക്ഷണം എന്നിൽ പരീക്ഷിക്കാറുമുണ്ട്. പക്ഷേ എനിക്ക് എന്നാണെന്നുള്ളത്, ജാത്യാലുള്ള തൂത്താ പോയാൽ എന്നുള്ള ഉണ്ടായിരിക്കണം. എനിക്ക് ഒരിച്ചിരി ചോറും മീൻകറിയും വേണം, അല്ലാതെ പറ്റിയല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അത് തന്നെയാണ്. എല്ലാം ഞാൻ കഴിക്കും. ഏറ്റവും നല്ല രുചിയും അതാണ്. ഇനിയിപ്പോൾ മീൻകറി വെച്ചാൽ വേറെ ആരും അവിടെ കഴിക്കാറില്ല എൻ്റെ വീട്ടിൽ. ഞാൻ രാവിലെയും കഴിക്കും, ഉച്ചയ്ക്കും കഴിക്കും, 4 മണിക്കും കഴിക്കും, 8 മണിക്ക് വീണ്ടും കഴിക്കും. അപ്പോൾ അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രുചി. പിന്നെ ഈ രുചി എന്ന് പറയുന്നത് സ്നേഹത്തോട് കൊടുക്കുന്ന എന്തിനും നല്ല രുചിയാണ്. ഭക്ഷണത്തിൻ്റെ രുചി മാത്രം പറഞ്ഞാൽ എനിക്ക് ചോറും മീൻകറി മാത്രമാണ് ഇഷ്ടം. ബാക്കി എല്ലാ സാധനവും ഞാൻ കഴിക്കും, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. സാധ്യതകളെല്ലാം ഉള്ളപ്പോഴും എനിക്ക് പക്ഷേ ആ ചോറും മീൻകറി ഇഷ്ടമുള്ളത് എനിക്ക് തോന്നുന്നത്, ഈ പഴകിപ്പോയ മീനൊക്കെ കുര്യാക്കോ ചേട്ടൻ പാതി വിലയ്ക്ക് അമ്മയ്ക്ക് കൊടുക്കുമായിരുന്നു. അതമ്മ ഞങ്ങളുടെ വീടിൻ്റെ പന്നിക്കൂടിൻ്റെ മുകളിലുള്ള പാറയുടെ അപ്പുറത്തായിട്ട് ഒരു കൊടംപുളി ഉണ്ടായിരുന്നു. അതും മിക്കവാറും സമരത്തിലായിരുന്നു, 1-2 വർഷം കായ്ക്കുള്ളൂ. ആ കൊടംപുളിയൊക്കെ ഇട്ട് വെച്ച് മീൻകറിയുടെ ഒരു ഓർമ്മയായിരിക്കണം ഇപ്പോഴും മീൻകറിയോട് ഇത്രയേറെ ഇഷ്ടം. എന്ത് സാധ്യതകളുണ്ടെങ്കിലും വന്ന വഴി നമുക്ക് മറന്നു പോകാതിരിക്കാൻ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് മൈ എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ്. ഈ മീൻകറി കഴിക്കുന്നത് പോലും ഈ വലിയ വലിയ ഫാഷൻ മീനോട്ട് താല്പര്യമില്ല. അപ്പം ഈ മത്തിയും അതൊക്കെയാണ് എനിക്കിഷ്ടം. ഇന്ന് കരിമീനൊന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല.
എനിക്ക് തോന്നുന്നത് ഞാൻ എന്നെ തന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ്, നീ എവിടെ നിന്നാണ് വന്നത് എന്ന്. അങ്ങനെ നമ്മൾ മറന്നു പോകുമ്പോൾ നമ്മൾ നമ്മളല്ലാതായിത്തീരും. എനിക്ക് പ്രൊഫസറായിട്ട് തന്നെ ജീവിക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു വർഷത്തിന്, ഇപ്പോൾ ഈ കഴിഞ്ഞ ബുധനാഴ്ച തൊട്ട് എനിക്കിപ്പോൾ ഒരു വർഷത്തിന് റിലീവ് ചെയ്തിട്ടുണ്ട്. സബത്തിക്കലാണ്, പക്ഷേ ഞാനിതിനു മുമ്പ് ഒരു 6 മാസം എടുത്തിട്ടുള്ളതുകൊണ്ട് പേയോട് കൂടിയിട്ട് സാലറി ഇല്ലാതെ ഒരു വർഷം ജീവിക്കുന്നത്. കാരണം പണമുണ്ടാക്കി നമ്മളിങ്ങനെ കൂട്ടി വെച്ചിട്ടേ മടങ്ങിപ്പോകാനുള്ള ഒരു ഒരുക്കവും കൂടി തുടങ്ങണം. അപ്പോൾ ഈ ബാക്കി വെച്ചിട്ടുള്ള സ്വപ്നങ്ങൾ മുഴുവനും പതുക്കെ തേടിപ്പോയില്ലെങ്കിൽ അന്നേരം ഈ രുചികളാണ് മരിച്ചു പോകുന്നത്. ഈ നാവിലും അങ്ങനെയാണെന്ന് പറയുന്നത്. നാവിന് രുചികളും ടേസ്റ്റ് ചെയ്യാതാകുമ്പോൾ പോവും. ഇപ്പം മീൻകറി ഇഷ്ടമുള്ളത് അതെൻ്റെ ഒരു കൃതജ്ഞതയാണ്. ഞാൻ വന്നത് എന്താണ്, ഞാൻ എവിടെ നിന്ന് വരുന്നു, എത്ര മാറിയാലും അതിൻ്റെ റീസണോട് പറയാം. കമ്പളികണ്ടത്തോ പാറത്തോട്ടിലോ ചെന്നിച്ച് പാരീസിലുള്ള പ്രൊഫസർ ബാബു എബ്രാഹിം എന്ന് പറഞ്ഞാൽ ആരും എന്നെ തിരിച്ചറിയില്ല. പക്ഷേ ഒരു 30 വയസ്സിന് മുകളിലുള്ള ആരോട് ചോദിച്ചാലും നമ്മുടെ കമ്പളികണ്ടത്ത് ആ മണലും വാരിയൊക്കെ ചെയ്തുകൊണ്ട് മേരിച്ചേച്ചിയില്ലേ, ആ മേരിച്ചേച്ചിയുടെ മകനാണെന്ന് ഞാൻ പറഞ്ഞാൽ എല്ലാവരും എന്നെ തിരിച്ചറിയും. ഞാൻ കമ്പളികണ്ടത്തിൽ പോകുമ്പോഴും മോനെ പരിചയമുണ്ടല്ലോ ഏതാണെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആ മണൽ വാരുന്നേ മേരിച്ചേച്ചി ഇല്ലായിരുന്നോ, മേരിച്ചേച്ചിയുടെ നീ ബാബു ആണോ, നിൻ്റെ പല്ലൊക്കെ താന്നല്ലോ. അത് ഞാനതങ്ങനെയാണ് പറയുക. അതുകൊണ്ട് തന്നെയാണ് ഈ രുചികളിലും അഭിരുചികളുണ്ട് എപ്പോഴും. അത് ഞാൻ നിലനിർത്തും. എല്ലാം ഞാൻ ടേസ്റ്റ് ചെയ്യും, എല്ലാം കഴിക്കും. ഞാനിപ്പോൾ ഒരു കോളേജിലെ ഒരു ഫംഗ്ഷന് പോയാലും ഡിന്നറൊക്കെ എല്ലാം അവിടുത്തെ ഭക്ഷണമല്ലേ. ഞാൻ ഇറ്റലിയിൽ വെക്കേഷന് പോയാൽ ഇറ്റാലിയൻ ഭക്ഷണമല്ലേ കഴിക്കുക. ഞാൻ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തേടി പോകാറില്ല. അപ്പോൾ എന്നാൽ ഞാൻ ഈ മീൻകറി കഴിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നത് അതൊരു അനാലിസിസാണ്, ശരിയാവണമെന്നില്ല. ഞാൻ മീൻകറി കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന് ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്. നമ്മളുടെ രുചികളും അങ്ങനെ ആയിരിക്കണം. നമ്മൾ എന്താണ്, ആരാണ്. കാരണം അന്നേരം എന്നറിയോ, നമ്മളായിരിക്കുന്നതിൽ കൂടുതൽ എന്ത് നമുക്ക് ലഭിച്ചാലോ, കിട്ടിയതെല്ലാമാണ് നമ്മളെ നമ്മളാക്കുന്നതെങ്കിൽ ആ കിട്ടപ്പെട്ടതെല്ലാം, നമ്മൾ നേടിയെടുത്തതെല്ലാം ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളുണ്ടോ? ഇല്ല. അപ്പം അതില്ലെങ്കിലും ഈ നന്ദികുന്നേൽ മേരിയുടെ മകൻ ബാബു എപ്പോഴും ഉള്ളതാണ്. താങ്ക് യു. എന്തായാലും കമ്പളികണ്ടത്തെ കൽഭരണികൾ ഒരുപാട് വായിക്കപ്പെട്ടു. ഇനിയും കമ്പളികണ്ടത്തെ കൽഭരണികൾ പോലെ എന്ന് ഞാൻ പറയില്ല, കൂടുതൽ എഴുത്ത്, അനുഭവങ്ങളുടെ തീക്ഷ്ണതയുള്ള എഴുത്ത് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.